അടുത്ത ടോപ്പിക്ക് റാങ്ക് ഓഫ് എ വേർഡ്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിനെ താഴെ എഴുതിക്കോ. ഇഫ് ഓൾ ദി ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് പ്രൈം ആർ അറേഞ്ച്ഡ് ഇൻ ഓൾ പോസിബിൾ വേസ് ആൻഡ് റിട്ടേൺ ഔട്ട് ആസ് ഇൻ എ ഡിക്ഷണറി ഫൈൻഡ് ദി റാങ്ക് ഓഫ് ദി വേർഡ് പ്രൈം. ഇങ്ങനെ പറഞ്ഞാൽ എന്താ മീനിങ്? ക്വസ്റ്റ്യൻ നോക്കിക്കോ. 5 ലെറ്റർ ഉണ്ട് ഇതിനകത്ത്, പ്രൈമിനകത്ത് 5 എണ്ണം ഡിസ്റ്റിങ്ക്റ്റ് ആണ്, PRIME. ഓക്കെ അല്ലേ? ഇത് ഉപയോഗിച്ചിട്ട്, ഇത് 5 ലെറ്റർ അല്ലേ ഉള്ളത്, ഇത് ഉപയോഗിച്ച് ഞാൻ 5 ലെറ്റർ വേർഡ്സ് ഉണ്ടാക്കുകയാണ്. ഉണ്ടാക്കി കഴിയുമ്പം 5 ഫാക്ടോറിയൽ, അതായത് 120 വേർഡ്സ് ഉണ്ടാവും. 5P5 5 ഫാക്ടോറിയൽ. ഓക്കെ അല്ലേ? ഇത് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എന്ത് ഉണ്ടാക്കുകയാണ്? 5 ലെറ്റർ വേർഡ്സ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ എത്ര ഉണ്ടാവും? 120 വേർഡ്സ് ഉണ്ടാവും. ആ 120 വേർഡ്സ് ഞാൻ 1 by 1 ആയിട്ട് എഴുതി. എഴുതുന്ന സമയത്ത് ഇതെങ്ങനെ ആയിരിക്കണം? ഡിക്ഷണറിയിലുള്ള പോലെ ആയിരിക്കണം, അതായത് ആൽഫബറ്റിക് ഓർഡറിൽ ഇങ്ങനെ വരണം. അപ്പോൾ നോക്ക്, ഇതിനകത്ത് നിങ്ങൾ ആൽഫബറ്റിക് ഓർഡറിലാക്കിയാൽ എങ്ങനെ ഉണ്ടാവുക? ഫസ്റ്റ് ലെറ്റർ ഏതാ വരിക? ABCDEFGHIJKLMNOPQR ഇങ്ങനെയല്ലേ ഉണ്ടാവുക? അപ്പോൾ ഏറ്റവും ആദ്യത്തെ വേർഡ് ഏതായിരിക്കും? EIMPR. ഇതായിരിക്കും ഏറ്റവും ആദ്യം വരാൻ പോണ വേർഡ്. ഇങ്ങനെ അടുത്തടുത്ത വേർഡ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വന്ന് അവസാനം ഒരു സ്ഥലത്തെത്തുമ്പോൾ അതിനകത്ത് ഒരു വേർഡ് പ്രൈം ഉണ്ടാവുമല്ലോ. ഇത് എത്രാമത്തതാണെന്നുള്ള ക്വസ്റ്റ്യൻ. അതാണ് റാങ്ക് ഓഫ് ദി വേർഡ് പ്രൈം. ക്വസ്റ്റ്യൻ ക്ലിയർ ആവുന്നതായിരിക്കണം. ഈ ഒരു വേർഡിൻ്റെ, ഇപ്പോൾ പ്രൈം എന്ന് പറയുന്ന വേർഡിൻ്റെ റാങ്ക് ചോദിച്ചാൽ അതിൻ്റെ മീനിങ്, പ്രൈം എന്ന് പറയുന്ന വേർഡിലുള്ള ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് എത്ര വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റും? 120. ആ 120 വേർഡ്സിനെ ഡിക്ഷണറിയിലുള്ള അതേപോലത്തെ ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ, അതായത് ആൽഫബറ്റിക് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് പ്രൈം എന്ന് പറയുന്ന വേർഡ് എത്രാമത്തതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? എങ്ങനെയാണ് ചെയ്യാൻ നോക്കുക. നമുക്ക് ഈ എണ്ണാണ് കിട്ടുന്നത്, നമ്മൾ എഴുതി നോക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആൽഫബറ്റിക് ഓർഡറിൽ എഴുതുമ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത്? ഏതൊക്കെയാണ്? ഫസ്റ്റ് ലെറ്റർ E, അടുത്തത് I, അടുത്തത് M, പിന്നത്തെ P, പിന്നത്തത് R. റെഡി അല്ലേ? അപ്പോൾ ശ്രദ്ധിച്ചോ. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യും? ഡിക്ഷണറി അനുസരിച്ചിട്ട് E വെച്ചിട്ടാണ് എഴുതി തുടങ്ങുക. പക്ഷേ E വെച്ച് എഴുതിയിട്ട് കാര്യമില്ല, കാരണം അതിനകത്ത് എന്തായാലും പ്രൈം വരില്ല. കാരണം പ്രൈം വരണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണത് Pയിലാവണം. അപ്പോൾ E വെച്ചിട്ടുള്ള വേർഡ്സ് ഞാൻ എഴുതി നോക്കണ്ട, എത്ര ഉണ്ടാവും നോക്കിയാൽ മതി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ E ഫിക്സ് ചെയ്താൽ ബാക്കി എത്ര ലെറ്റർ വരാണ്ട്? 4 ലെറ്റർ വരാണ്ട്. അപ്പോൾ ഇവിടെ 4 പൊസിഷൻ ഞാൻ ഫില്ല് ചെയ്യാനില്ലേ? അങ്ങനെ ഈ 4 ലെറ്ററിന് എനിക്ക് ഇവിടെ എത്ര രീതിയിൽ പെർമ്യൂട്ട് ചെയ്യാൻ പറ്റും? 4 ഫാക്ടോറിയൽ, അതായത് 24. എന്ന് വെച്ചാൽ ഈയിൽ സ്റ്റാർട്ട് ചെയ്യണ എത്ര വേർഡ്സ് ഉണ്ട്? 24 വേർഡ്സ് ഉണ്ട് എന്നർത്ഥം. റെഡിയാണോ? അതുപോലെ ഞാൻ അടുത്ത ഡിക്ഷണറിയിൽ E കഴിഞ്ഞാൽ പിന്നെ I വെച്ച് സ്റ്റാർട്ട് ചെയ്യും. അതും എഴുതി നോക്കേണ്ട കാര്യമില്ല, എത്ര ഉണ്ടാവും നോക്കിയാൽ മതി. I ഇവിടെ ഫിക്സ് ചെയ്താൽ ബാക്കി 4 പൊസിഷനും I ഒഴിവാക്കി 4 ലെറ്റേഴ്സ് ഇവിടെ പെർമിറ്റ് ചെയ്താൽ 4 ഫാക്ടോറിയൽ വേസ് 24. ഒന്നും കൂടെ എഴുതി നോക്കുക. M അവിടെയും വരുമോ? പ്രൈം വരില്ലല്ലോ. അപ്പോൾ ഇവിടെയും 4 ഫാക്ടോറിയൽ 24. ഓക്കെ ആണോ? അടുത്ത ഞാൻ P വെച്ച് സ്റ്റാർട്ട് ചെയ്ത്, P വെക്കുമ്പം അതിനകത്ത് പ്രൈം വരും. അപ്പം ഞാൻ ഈ P ആണ് കട്ട് ചെയ്ത്. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിവിടെ എത്ര ഉണ്ട് നോക്കിയാൽ പോരാ, ഇവിടെ അടുത്തത് ഏതാന്ന് നോക്കണം, ചെക്ക് ചെയ്ത് നോക്കണം. അടുത്തത് ഞാൻ P കഴിഞ്ഞാൽ പിന്നെ ഡിക്ഷണറി അനുസരിച്ച് E ആയിരിക്കും വെക്കുക. അതിനകത്ത് പ്രൈം ഉണ്ടോ? ഇല്ല. അപ്പം ഞാൻ പിന്നെ എഴുതണ്ട, എത്ര ഉണ്ടാവും നോക്കിയാൽ മതി. 3 പൊസിഷൻ, Pയും Eയും പോയി ബാക്കി Iയും Mഉം Rഉം കൂടെ ഇവിടെ 3 ഫാക്ടോറിയൽ 6 വേസ്. അടുത്ത ഞാൻ E കഴിഞ്ഞിട്ട് E മാറ്റിയിട്ട് I വെച്ച്, പ്രൈം വരൂല, അപ്പോഴും 3 ഫാക്ടോറിയൽ 6 ഉണ്ടാവും. അടുത്ത് I മാറ്റിയിട്ട് M വെച്ചു, പ്രൈം വരൂല, അപ്പോൾ 3 ഫാക്ടോറിയൽ 6. ഇനി M മാറ്റിയിട്ട് P ഓൾറെഡി എടുത്തു പോയി, ഇനി അതൊക്കെ 6, അപ്പോൾ പ്രൈം വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് കട്ട് ചെയ്ത് പിന്നെ ഡിക്ഷണറി വെച്ചിട്ട് E ആ വരുമോ? ഇല്ല. അപ്പോൾ 2 പൊസിഷനാണ്, അപ്പോൾ 2 ഫാക്ടോറിയൽ 2. ഇനി I വെക്കും, PRI. ഓക്കെ ആണോ? വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഡിക്ഷണറി അനുസരിച്ച് E എന്നല്ലേ വെക്കുക, അപ്പോൾ വരൂല, 1 ഫാക്ടോറിയൽ 1. അടുത്ത് ഞാൻ M വെക്കും, അപ്പോൾ PRI, E മാറ്റി M വെച്ചു. അടുത്തത് ഏതാ വരിക? E. റെഡിയാണോ? ഇപ്പോൾ ടോട്ടൽ എത്ര ഉണ്ട് കൗണ്ട് ചെയ്താൽ റാങ്ക് കിട്ടും. ഇത് എത്ര ഉണ്ടാവുക? 48, 72 പ്ലസ് 18, 90, 94. അപ്പോൾ ഏറ്റവും അവസാനം എന്ത് ചെയ്താൽ റാങ്ക് ഓഫ് പ്രൈം ഈക്വൽ ടു 94.
ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ചെയ്യൽ. എന്തെങ്കിലും കൺഫ്യൂഷൻസിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് റിവേഴ്സ് ചെയ്തിട്ടൊന്ന് കണ്ടു നോക്ക്. ഇനി അടുത്ത ഒരു 4-5 ക്വസ്റ്റിനോട് നമ്മൾ ചെയ്യും കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആയിക്കോളും, മനസ്സിലാവണം. എക്സാമിന് വരാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. റെഡി? അടുത്ത് നോക്കാം. അടുത്തത് വേർഡ് രാഹുൽ എന്നെടുത്തോളെ. രാഹുൽ. ഓക്കെ, ഇതേ ക്വസ്റ്റ്യൻ തന്നെ. ക്വസ്റ്റിനകത്ത് വേർഡ് മാത്രം മാറ്റിയാൽ മതി. If all the letters of the word Rahul are arranged in all possible ways and written out as in a dictionary, find the rank of the word Rahul. ഓക്കെ ആണോ? അപ്പോൾ ശ്രദ്ധിച്ചോ, അതിനകത്തുള്ള ലെറ്റേഴ്സ് രാഹുലിനകത്തുള്ളത് ആൽഫബറ്റിക് ഓർഡറിലാക്കണം. ഓക്കെ, ABCDEFGHIJKLMNOPQRSTU അങ്ങനെ പറഞ്ഞു നോക്കിയിട്ട് ഓരോ ലെറ്റർ ആയിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. റെഡി അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? എഴുതിണ്ടാക്കി തുടങ്ങണം. ഫസ്റ്റ് ഏതിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? വേർഡ് സ്റ്റാർട്ടിങ് വിത്ത് എയിൽ സ്റ്റാർട്ട് ചെയ്ത് അതിനകത്ത് രാഹുൽ ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ഞാൻ ബാക്കി എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 4 ലെറ്റേഴ്സ് ഉണ്ട്. ആ 4 എണ്ണം പെർമ്യൂട്ട് ചെയ്താൽ എനിക്ക് 4 ഫാക്ടോറിയൽ 24 വേർഡ്സ് കിട്ടും എയിൽ സ്റ്റാർട്ട് ചെയ്യണേ. അതിനകത്തൊന്നും രാഹുൽ ഉണ്ടാവില്ല. എ കഴിഞ്ഞാൽ പിന്നെ ഞാൻ എച്ചിൽ സ്റ്റാർട്ട് ചെയ്യണത് നോക്കും. അപ്പോഴും ഉണ്ടാവും 4 ഫാക്ടോറിയൽ 24. ഇനി അടുത്ത ഞാൻ എല്ലിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴും എത്ര ഉണ്ടാവും? 4 ഫാക്ടോറിയൽ 24 വേർഡ്സ് ഉണ്ടാവും. അടുത്ത ഞാൻ എച്ച് കഴിഞ്ഞ് എൽ കഴിഞ്ഞ് 6 വെക്കും. അതിനകത്ത് രാഹുൽ വരാനുള്ള ചാൻസ് ഉണ്ടാവുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് 6 കട്ട് ചെയ്ത്. ഇനി 6 കഴിഞ്ഞാൽ ഡിക്ഷണറി അനുസരിച്ച് എ വരണ്ടേ, അതിനകത്ത് രാഹുൽ ഉണ്ടാവുള്ള ചാൻസ് ഞാൻ കട്ട് ചെയ്ത്. എ കഴിഞ്ഞാൽ പിന്നെ എച്ച് വരാനുള്ള, അതിനകത്ത് രാഹുൽ വരും. അടുത്തതെല്ലാം വരും, അവിടെ രാഹുൽ വരില്ല. ഇനി ഒറ്റ പൊസിഷനെ ബാക്കിയുള്ളതുകൊണ്ട് 1 ഫാക്ടോറിയൽ 1. എവിടുന്ന കിട്ടാതായത്? എൽ എന്നല്ല. അപ്പോൾ അടുത്തത് എൽ മാറ്റി അടുത്ത ലെറ്റർ വെക്കും യു, ഡിക്ഷണറി അനുസരിച്ച്. അപ്പോൾ യു വന്നു. പിന്നെ അടുത്തത് ഏതാ? എൽ. അപ്പോൾ രാഹുൽ വന്ന്. അപ്പോൾ ആൻസർ എത്രയാണ്? 74. റാങ്ക് ഓഫ് രാഹുൽ ഈക്വൽ ടു 74. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. റെഡി അല്ലേ? അടുത്ത നോക്കാം. അടുത്ത വേർഡ് മദർ. മദർ എന്ന് പറയുന്ന വേർഡിൻ്റെ റാങ്ക്. മദർ. ഓക്കെ, ഫൈൻഡ് ദി റാങ്ക് ഓഫ് ദി വേർഡ് മദർ. റെഡി അല്ലേ? 6 ലെറ്ററാണ് ഇതിനകത്തുള്ളത്. ചെയ്ത് നോക്കുക. ഓക്കെ, ആദ്യം ABCDEFGHIJKLMNOPQRSTU ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ അല്ലേ? ഡിക്ഷണറി അനുസരിച്ചിട്ട് ഇങ്ങനെ ആയിരിക്കും വരിക. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഇ വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള എത്ര ഉണ്ടാവും നോക്കിയാൽ മതി. ഈക്കകത്ത് മദർ വരുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇ ബാക്കി 1 2 3 4 5 എണ്ണല്ലേ? അപ്പോൾ 5 ഫാക്ടോറിയൽ 120 വേർഡ്സ് ഉണ്ടാവും ഇയിൽ സ്റ്റാർട്ട് ചെയ്യണേ. അതിലൊന്നും മദർ ഉണ്ടാവില്ല. ഈ കഴിഞ്ഞാൽ ഞാൻ എച്ച് വെക്കും. അതിനകത്തും മദർ ഉണ്ടാവില്ല. അപ്പോൾ 5 ഫാക്ടോറിയൽ 120. എച്ച് കഴിഞ്ഞാൽ പിന്നെ എം വെക്കും. അതിനകത്ത് മദർ വരാനുള്ള ചാൻസ് ഉണ്ടല്ലോ. മദർ വരെ അതിനകത്തല്ലേ? അപ്പോൾ എം കഴിഞ്ഞാൽ പിന്നെ ഇ വെക്കും. അപ്പോൾ മദർ വരുമോ? ഇല്ല. ബാക്കി എത്ര പൊസിഷൻ ഉണ്ട്? 4 എണ്ണം. 4 ഫാക്ടോറിയൽ 24. എം ഇ കഴിഞ്ഞാൽ പിന്നെ ഞാൻ എച്ച് വെക്കും. വരില്ല. അപ്പം 4 പൊസിഷൻ 4 ഫാക്ടോറിയൽ 24. എം എച്ച് കഴിഞ്ഞിട്ട് ഒ വെക്കും. മദർ വരുമല്ലോ, വരും. അപ്പോൾ അത് കട്ട് ചെയ്ത്. ഇനി ഡിക്ഷണറിയിൽ വീണ്ടും ഇ വരിക. വരില്ല. അപ്പോൾ 3 ഫാക്ടോറിയൽ 6. അടുത്ത് എം ഒ. ഇ കഴിഞ്ഞാൽ ഞാൻ എച്ച് വെക്കും. മദർ വരില്ല. അപ്പോൾ 3 ഫാക്ടോറിയൽ 6. എം ഇ കഴിഞ്ഞാൽ പിന്നെ എച്ച് കഴിഞ്ഞാൽ പിന്നെ ഏതാ വെക്കുക? 6 വെക്കുക. മദർ വരില്ല. അപ്പോൾ 3 ഫാക്ടോറിയൽ 6 വീണ്ടും. അടുത്ത ഞാൻ ഇത് വെക്കും. 6 കഴിഞ്ഞാൽ ടി വെക്കും. അപ്പോൾ മദർ വരുമല്ലോ. MOT ആയില്ലേ? അടുത്ത് ഞാൻ ഇ വെക്കും. വരുമോ? ഇല്ല. അപ്പോൾ 2 ഫാക്ടോറിയൽ 2. അടുത്ത ഞാൻ ഏതാ ചെയ്യണ്ടേ? MOT. ഇ വന്നപ്പോൾ വന്നില്ല. അപ്പോൾ ഇ മാറ്റിയിട്ട് ഞാൻ എച്ച് വെച്ചു. അപ്പോൾ മദർ വരാനുള്ള ചാൻസ് ഉണ്ട്. എച്ച് കട്ട് ചെയ്തു. ഇനി ഞാൻ വീണ്ടും ഇ വെക്കും. മദർ വരും. അടുത്ത 6 വെക്കും. റെഡിയാണോ? മദർ വന്നു. അപ്പോൾ ആൻസർ എത്രയാ? 1. അപ്പോൾ ഇതൊന്നായിട്ട് ആഡ് ചെയ്യണ്ടേ? ആഡ് ചെയ്ത് നോക്കുക. 120 പ്ലസ് 120 ഇങ്ങനെ ഉണ്ടാവുക. റാങ്ക് ഓഫ് മദർ ഈക്വൽ ടു 120
ഇവിടെ എത്ര 120 ഉണ്ടാ? 2 120 ഉണ്ടല്ലോ. 120 × 2 പ്ലസ് 24 × 2 പ്ലസ് 6 × 3 പ്ലസ് 2 പ്ലസ് 1 എത്ര? 240 പ്ലസ് 48 പ്ലസ് 18 പ്ലസ് 2 പ്ലസ് 1 ഇത് 288 പ്ലസ് 21. അപ്പോൾ ആൻസർ എത്ര വരിക? 309 ആയിരിക്കും ആൻസർ. റാങ്ക് ഓഫ് ദി വേർഡ് മദർ. റെഡി അല്ലേ? യെസ്. ഇനി ഈ ഒരു ടൈപ്പ് വരുന്ന സമയത്ത് നമുക്കൊരു ഷോർട്ട് കട്ട് വെച്ചിട്ടൊക്കെ ഇത് ചെയ്യാണ്. പല ഷോർട്ട് കട്ടുകൾ നിങ്ങൾ പുസ്തകങ്ങളൊക്കെ നോക്കിയാലും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഷോർട്ട് കട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? എക്സാമിന്, ബോർഡ് എക്സാമിന് നമുക്ക് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് എങ്ങനെ എന്ത് ചെയ്യരുത്? നിങ്ങൾ ചെയ്യാൻ പാടില്ല ശരി കേട്ടോ. ഷോർട്ട് കട്ട് വെച്ചിട്ട് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞ ഒബ്ജക്റ്റീവ് എക്സാമുകൾക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ആൽഫബറ്റിക് ഓർഡറിലാക്കിയില്ലേ? ഇവിടെ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 2 4 6 6 ലെറ്റർ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒന്ന് കുറച്ച് 5 എടുക്കുക. 5 ഫാക്ടോറിയൽ, 4 ഫാക്ടോറിയൽ, 3 ഫാക്ടോറിയൽ, 2 ഫാക്ടോറിയൽ, 1 ഫാക്ടോറിയൽ. ഓക്കെ ആണോ? എന്നിട്ട് എന്ത് ചെയ്യുക? ആദ്യം തന്നെ ഏത് ലെറ്ററാണ് വരേണ്ടത്? മദറിൽ എമ്മിനോട് കട്ട് ചെയ്യുക. അതിന് മുമ്പിൽ എത്ര ലെറ്റർ ഉണ്ട്? 2 എണ്ണം. അപ്പോൾ 2 × 5 ഫാക്ടോറിയൽ. അടുത്ത ഏതാ? O ആണ്. അതിന് മുമ്പിൽ 2 എണ്ണം കട്ട് ചെയ്ത് പിന്നെ കൂട്ടരുത്. പിന്നെ ഏതാ വരെ? ടി ആ വരെ. ടി കട്ട് ചെയ്യുന്നതിന് മുമ്പിൽ എത്ര ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ഇനി ഏതാ വരേണ്ടത്? H. അതിന് മുമ്പിൽ എത്ര ഉണ്ട്? 1. ഇനി ഏതാ വരേണ്ടത്? E. അതിന് മുമ്പിൽ ഉണ്ടോ? ഇല്ല. ഇനി 6. അതിന് മുമ്പിലും ഇല്ല. ഇതൊന്നായിട്ട് ആഡ് ചെയ്യുക. ഇതൊന്നായിട്ട് ആഡ് ചെയ്യുമ്പം 2 × 5 ഫാക്ടർ 120. അപ്പോൾ 240. 2 × 24 48. 3 × 6 18. 2. ഇതൊന്നായിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 288 20 308. അപ്പോൾ റാങ്ക് കിട്ടാൻ ഇങ്ങനെ കിട്ടുന്ന 308 എത്രയാണോ കിട്ടുന്നത് അതിനോട് ഒന്ന് ആഡ് ചെയ്യുക. 309. ഇതാണ് ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞത്. ഓക്കെ അല്ലേ? ഇതിന് മുമ്പുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്ക്. ഇപ്പോൾ രാഹുൽ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ അതിന് മുമ്പ് നമ്മൾ ചെയ്ത പ്രൈം എന്ന് പറഞ്ഞ നമ്പർ വേർഡാണെന്ന് വിചാരിച്ച പ്രൈം 94 ആയിരുന്നു നമുക്ക് ആൻസർ കിട്ടിയ അല്ലേ? പ്രൈം എന്ന് പറഞ്ഞ വേർഡ് എങ്ങനെയാണ് ചെയ്യുക? ABCDEFG HIJK LMN OP QR ഇങ്ങനെയല്ലേ ഉണ്ടാവുക? എത്ര ലെറ്റർ ഉണ്ട്? 5 ലെറ്റർ ഉണ്ട്. അപ്പോൾ 4 ഫാക്ടോറിയൽ 5 ഉണ്ടെങ്കിൽ 4 തുടങ്ങേണ്ടത്. 4 ഫാക്ടോറിയൽ, 3 ഫാക്ടോറിയൽ, 2 ഫാക്ടോറിയൽ, 1 ഫാക്ടോറിയൽ. ആദ്യം P ആ വരേണ്ടത്. അപ്പോൾ 3 × പിന്നെ 6 ആ വരേണ്ടത്. അപ്പോൾ പിന്നെയും 3 × പിന്നെ വേണ്ട I ആണ്. അപ്പോൾ 1 × പിന്നെ M ആണ്. 1 × നന്നായിട്ട് ആഡ് ചെയ്യുക. 3 × 24 72. 3 × 6 18. 1 × 2 ഇത് 1. ഇത് എത്ര വരിക? 93. അപ്പോൾ റാങ്ക് എത്ര ഉണ്ടാവും? അതിനോട് ഒന്ന് ആഡ് ചെയ്യും. എത്രയായി? 94. റെഡിയാണോ? ഇതാണ് ഷോർട്ട് കട്ട്. ഇത് വെച്ച് ചെയ്യുന്ന നല്ലൊരു കാര്യമല്ല. ഓക്കെ, എക്സാമിന് മാർക്ക് കിട്ടൂല. ബോർഡ് എക്സാമിനാണെങ്കിൽ മാർക്ക് കിട്ടില്ല. ഒബ്ജക്റ്റീവ് ആണ്, നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഇപ്പം ചെയ്തതിനകത്തൊക്കെ ലെറ്റേഴ്സ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരുന്നു അല്ലേ? മദർ ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ലേ അതിനകത്ത്? ഇനി റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ്. ഇപ്പോൾ സീക്രട്ട് ഇങ്ങനെ വന്നിരിക്കും. എന്നിട്ട് ഇതിൻ്റെ റാങ്ക് ചോദിച്ചു. സീക്രട്ടിൻ്റെ റാങ്ക് ഈ ടൈപ്പ് വന്നിരിക്കുക. അപ്പോൾ ഇതേപോലെയൊക്കെ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി ഇങ്ങോട്ടൊക്കെ ചെയ്താൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വേർഡ് ഏതാ? സീക്രട്ട്. ആൽഫബറ്റിക് ഓർഡറിലാക്കിയാൽ ABCDE. ഓക്കെ, OPQRST ഇങ്ങനെയല്ല ഉള്ള 2 E ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ചെയ്യണ സമയത്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും. ആദ്യം തന്നെ നമ്മൾ സീൽ സ്റ്റാർട്ട് ചെയ്യണ എത്ര ഉണ്ട് നോക്കുക. സീൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ചോ. സീൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബാക്കി എത്ര ലെറ്റർ ഉണ്ട്? 5 ലെറ്റർ ഉണ്ട്. ആ 5 ലെറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. 1 2 3 4 5 2 E റിപ്പീറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ 5 ഫാക്ടോറിയൽ നല്ല വരിക. 5 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ആയിരിക്കും വരിക. 120/2. അപ്പോൾ 60 ആയിരിക്കും ഇതിന് ആൻസർ. മറന്നു പോകരുത്, അത് ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ? ഇനി ഞാൻ സി മാറ്റിയിട്ട് E വെച്ചു. E വെച്ച് കഴിഞ്ഞാൽ ഒരു E പോയി. ബാക്കി 5 ലെറ്റേഴ്സ് കണ്ട നിങ്ങൾ അതിനകത്ത് റിപ്പീറ്റേഷൻ ഉണ്ടോ? ഇല്ല. 2 E ഇല്ലല്ലോ, കാരണം ഒരു E ഞാൻ അവിടെ ഫിക്സ് ചെയ്തില്ലേ. അപ്പോൾ പിന്നെ വരുന്നത് എത്ര ആയിരിക്കും? 5 ഫാക്ടോറിയൽ ആയിരിക്കും. അത് എത്രയാണ്? 120 തന്നെ. കാരണം ഞാൻ പറഞ്ഞത് അതിനകത്ത് റിപ്പീറ്റേഷൻ ഇല്ല. ഓക്കെ ആണോ? ഇനി എന്താ വരേണ്ടത് അറിയോ?
ഈ മാറ്റി അടുത്ത ഈ വെക്കരുത്. കാരണം ഈ വെച്ചിട്ട് ഞാനിപ്പോൾ ഈ വെച്ചു, എന്നിട്ട് ഈ ലെറ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ച് എഴുതി, അതേ വേർഡ്സ് തന്നെ ആയിരിക്കും പിന്നെ ഈ വെച്ചിട്ട് എഴുതുമ്പോഴും വരുന്നത്. ഫസ്റ്റിലുള്ള ഈ വെച്ചാലും രണ്ടാമത്തെ ഈ വെച്ചാലും വരാൻ പോണ വേർഡ്സ് ഒരുപോലെ തന്നെയാണ്. നമ്മൾ ഡിക്ഷണറിയിൽ ഒരു വേർഡ് 2 തവണ എഴുതൂലല്ലോ. അപ്പം ഈ ഒറ്റ തവണ അവിടെ വെച്ചാൽ മതി, രണ്ടാമത്തെ തവണയും കൂടെ അവിടെ വെക്കരുത്. ഓക്കെ ആണോ? പിന്നെ നമ്മൾ വെക്കേണ്ടത് 6 ആണ്. 6 വെക്കുന്ന സമയത്ത് വീണ്ടും 5 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയലായി. കാരണം അതിനകത്ത് 2 ഈ പിന്നെയും വരും. പിന്നെ നമ്മൾ എസ് വെച്ച് ഇനി അതാ വെക്കുക. ഡിക്ഷണറി വെച്ചിട്ട് സി റിപ്പീറ്റേഷൻ വേർഡ് വരില്ലല്ലോ. അപ്പം എന്ത് വരും? 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ 12 ആയിരിക്കും വരിക. 24/2. നമുക്ക് അടുത്ത് എസ് സി കഴിഞ്ഞിട്ട് ഇ വെച്ച് വരും. അടുത്ത വീണ്ടും ഡിക്ഷണറി പ്രകാരം സി ആ വരും. അടുത്ത വീണ്ടും ഇ ആ വരൂല. ഇനി 2 പൊസിഷനാണല്ലോ. അപ്പോൾ 2 ഫാക്ടോറിയൽ 2. ഓക്കെ ആണോ? എസ് ഇ സി ഇ മാറ്റി 6 വെച്ചു, വരുമല്ലോ? വരും. ഇനി അടുത്തത് ഇ അല്ല ഡിക്ഷണറി പ്രകാരം വരാനുള്ളത്. അടുത്ത ടിയും വരും. വന്ന് ആഡ് ചെയ്ത് നോക്കുക. റാങ്ക് ഓഫ് സീക്രട്ട് ഈക്വൽ ടു 60 പ്ലസ് 120 പ്ലസ് 60 പ്ലസ് 12 പ്ലസ് 2 പ്ലസ് 1. ഇത് എത്ര വരിക? 240 പ്ലസ് 15. ആൻസർ എത്രയായി? 255 ആണ് ആൻസർ കിട്ടുക. 255. റെഡിയാണോ? യെസ്. അടുത്ത ദിവസം നോക്കാം. ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടെ കേട്ടോ. അതും കൂടെ ചെയ്താൽ നമുക്ക് പെർമ്യൂട്ടേഷൻ കംപ്ലീറ്റ് ആയി. അടുത്ത വേർഡ് കെമിസ്ട്രിയിലൊക്കെ നിങ്ങൾ പഠിക്കുന്ന ഒരു വേർഡാണ് ബെൻസീൻ. ഓക്കെ, ഇതിൻ്റെ റാങ്കാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എഴുതി നോക്കുക. ഓക്കെ, ലെറ്റേഴ്സ് ഇങ്ങനെ നോക്കിക്കോ. ആൽഫബറ്റിക് ഓർഡറിൽ വരണം. എ ബി സി ഡി ഇ. ഇ എത്രണ്ണം വരുന്നുണ്ട്? 3 എണ്ണം വരുന്നുണ്ട് അല്ലേ? ബി ഐ ഇ ഇ ഇ ഐ. അടുത്തത് എൻ എൻ സെറ്റ്. ഇങ്ങനെയാണുള്ളത്. ക്ലിയർ അല്ലേ? ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബിയിൽ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെയാണ്. അടുത്ത് നമ്മൾ ഇ വെച്ചു. ഓക്കെയാണ്. റെഡി അല്ലേ? അടുത്ത ഞാൻ എന്ത് ചെയ്യും? ബെഞ്ച് ഇ വെക്കും. അപ്പോൾ വരൂലല്ലോ? വരൂല. അപ്പോൾ ഇപ്പോൾ ബി ഇ വെച്ചു. ഇനി എത്ര ഉണ്ട്? 4 എണ്ണം ഉണ്ട്. 4 പൊസിഷനാണുള്ളത്. ആ 4 പൊസിഷനിൽ പക്ഷേ 2 എണ്ണം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര വരിക? 12 ആയിരിക്കും വരിക. റെഡി അല്ലേ? അടുത്ത് ഞാൻ ബി ഇ മാറ്റി ഇ വെക്കരുത്. രണ്ടാമത്തെ ഇ വെച്ചാൽ അതേ വേർഡ്സ് തന്നെ പിന്നെ വരും. പിന്നെ ഞാൻ എന്നാ വെക്കേണ്ടത്? അപ്പോൾ വരും. ഞാൻ വീണ്ടും ഇ വെച്ച് വരൂല. ഓക്കെ ആണോ? ബാക്കി 3 ലെറ്റേഴ്സാണ്. 3 ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പോൾ 3 ഫാക്ടോറിയൽ 6 വന്ന്. റെഡി അല്ലേ? ഇനി ഞാൻ എന്ത് ചെയ്തു? ബി ഇ എൻ. ഇ വന്നപ്പോഴല്ലേ പ്രശ്നമായത്. അപ്പോൾ ഇ മാറ്റി. പിന്നെ അടുത്ത് ഇ വെക്കരുത്. പിന്നെ എന്താ വെക്കേണ്ടത്? എന്നാ വെക്കേണ്ടത്? കാര്യമുണ്ടോ? ഇല്ല. പിന്നെന്ത് വരും? ഈ എൻ വെച്ചാൽ ഇ സെറ്റാ വരാനുള്ളത്. 2 ഇ ഉണ്ട്. അപ്പോൾ 3 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ 3 വരും. റെഡി അല്ലേ? അടുത്ത ഞാൻ ബി ഇ എൻ മാറ്റി സെറ്റ് വെച്ചു. ഓക്കെയാണ്. ഇനി ഇ ആ വരിക. അതും റെഡിയാണ്. ഇനി ഇ ആ വരിക. അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഒറ്റ ലെറ്റർ മാത്രം ബാക്കിയായി. ഇനി ഞാൻ എന്ത് ചെയ്യടാ? ലാസ്റ്റ് പ്രശ്നം വന്നത് എവിടുന്ന? ഇ മാറ്റിയാൽ പിന്നെ ഏതാ വരാള്? എൻ. അടുത്ത ഏതാ വരാള്? ഇ. അപ്പോൾ ബെൻസീനായില്ലേ? ആൻസർ എത്ര വരും? 12 6 18. 18 3 21 22 23. റാങ്ക് ഓഫ് ബെൻസീൻ ഈക്വൽ ടു 23. റെഡിയാണോ? യെസ്. അപ്പോൾ റാങ്ക് ഓഫ് എ വേർഡ് എന്ന് പറയുന്ന ഈ ടോപ്പിക് എന്തായിട്ടുണ്ട്? കംപ്ലീറ്റ് ആയിട്ട്. പെർമ്യൂട്ടേഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്കുള്ള കോമ്പിനേഷൻസ് ആണ്. കോമ്പിനേഷൻ പെർമ്യൂട്ടേഷൻ്റെ അത്രയും വലിയ ടോപ്പിക്കൊന്നുമല്ല, ചെറുതാണ്, സിമ്പിളാണ്. റെഡി അല്ലേ? പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിൽ അടുത്ത ടോപ്പിക്ക് കോമ്പിനേഷൻസ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് കംപ്ലീറ്റ് ഒന്ന് എഴുതിയെടുത്തോളൂ. സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്നിട്ട് ബാക്കി പ്ലേ ചെയ്യാം കേട്ടോ. ഇതിനകത്ത് പറഞ്ഞ കോമ്പിനേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, കോമ്പിനേഷൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ പറയുന്നു സെലക്ഷൻ എന്നാണ് മനസ്സിലോട്ട് വരേണ്ടത്. കോമ്പിനേഷൻ ഈസ് എ സെലക്ഷൻ ഓഫ് സം ഓർ ഓൾ ഒബ്ജക്ട്സ് ഫ്രം എ നമ്പർ ഓഫ് ഒബ്ജക്ട്സ്. സെലക്ട് ചെയ്യലാണ് കോമ്പിനേഷൻ, അറേഞ്ച് ചെയ്യലാണ് പെർമ്യൂട്ടേഷൻ. അത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഏറ്റവും വലിയ ഡിഫറൻസ് ഇതാണ്. ഇൻ കോമ്പിനേഷൻ
ഓർഡർ ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഓർഡർ എന്തല്ല, ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഇനി ഞാൻ ആദ്യം തന്നെ പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും തമ്മിലൊരു ഡിഫറൻസ് ശരിക്കും ആദ്യം എന്ത് ചെയ്യുക പറഞ്ഞുതരാം. നോക്കിക്കോ, ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കോമ്പിനേഷനും പെർമ്യൂട്ടേഷനും തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം ഞാൻ പറയാം. എൻ്റെ അടുത്ത് 3 ഒബ്ജക്റ്റ് ഉണ്ടെന്ന് ഇരിക്കുക, എയും ബിയും സിയും. ഞാൻ ഇതിനകത്ത് നിന്ന് പെർമ്യൂട്ട് 2 ഒബ്ജക്ട്സ്, 2 ഒബ്ജക്റ്റ് പെർമ്യൂട്ട് ചെയ്യാനും തീരുമാനിച്ചു. കോമ്പിനേഷൻ ഓഫ് 2 ഒബ്ജക്ട്സും ഡിസൈഡ് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. പെർമ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ മീനിങ് ഇതിൽ നിന്ന് രണ്ടെണ്ണം വെച്ചിട്ട് ഞാൻ അറേഞ്ച് ചെയ്ത് എഴുതാന്ന്. അതായത് ഞാൻ ആദ്യം എയും ബിയും എടുത്തു, അതിനെ അറേഞ്ച് ചെയ്താൽ എ ബി ഉണ്ടാവും, ബി എയും ഉണ്ടാവും. അടുത്തത് എ ഉണ്ട്, സി ഉണ്ട്, അത് സി എയും ഉണ്ട്. പിന്നെ ബി സി, സി ബി, ഇങ്ങനെ എത്ര എണ്ണം വരും? 6 എണ്ണം വരും. റെഡി അല്ലേ? ഇതാണ് അറേഞ്ച്മെൻറ്റ്. ഇതിൽ ഓർഡറിന് ഇമ്പോർട്ടൻസ് എ ബിയും ബി എയും വേറെ വേറെയാണ്. കോമ്പിനേഷൻ ഓഫ് 2 ഒബ്ജക്ട്സ് ആണ്. ഞാൻ ഇതിനകത്ത് 2 ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാന്ന മീനിങ്. സെലക്ട് ചെയ്യാന്ന് നമ്മളിപ്പോൾ കുറച്ചൊരു 10 ആൾക്കാരുണ്ട്, അതിനകത്ത് ഞാൻ 2 ആൾക്കാരെ സെലക്ട് ചെയ്യുക. അതായത് ഈ 3 ആൾക്കാരിൽ നിന്ന് ഞാൻ എനെയും ബിനെയും സെലക്ട് ചെയ്തു, എനെയും സീനെയും സെലക്ട് ചെയ്തു, ബിനെയും സീനെയും സെലക്ട് ചെയ്തു. ഈ 3 എണ്ണേ ഉണ്ടാവുള്ളൂ. ഞാൻ എ എന്ന് പറഞ്ഞ ആളും ബി എന്ന് പറഞ്ഞ ആളെ സെലക്ട് ചെയ്തു എന്ന് പറയുന്നതും ബി എന്ന് പറഞ്ഞ ആളും എ എന്ന് പറഞ്ഞ ആളെ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ 2 സെയിം ആണ്. അതിൽ എന്തിന് ഇമ്പോർട്ടൻസ് ഇല്ല? ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ അല്ലേ? 3 ആൾക്കാരെ സെലക്ട് ചെയ്യലാണ് കോമ്പിനേഷൻ. 3 ആൾക്കാർ ബെഞ്ചിൽ ഇരുത്തലാണ് അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ പെർമ്യൂട്ടേഷൻ. ബെഞ്ചിൽ ഇരിക്കുമ്പോൾ ഓല് ഇരിക്കുന്ന പൊസിഷനൊക്കെ, അതായത് ആ ഓർഡറിനൊക്കെ എന്തുണ്ട്? ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു ഗ്രൂപ്പിലോട്ട് സെലക്ട് ചെയ്യുമ്പോൾ ആ ഓർഡറിന് എന്തില്ല? ഇമ്പോർട്ടൻസ് ഇല്ല. ഒരു ടീം സെലക്ട് ചെയ്യുക, ഒരു കമ്മിറ്റി സെലക്ട് ചെയ്യുക, ആൾക്കാരെ സെലക്ട് ചെയ്യലാണ് ശരിക്കും എന്ത്? കോമ്പിനേഷൻ എന്ന് പറയുന്നത്. റെഡി അല്ലേ? ഇതൊന്ന് ജസ്റ്റ് അതിൻ്റെ താഴെ എക്സാമ്പിളായിട്ട് എഴുതി വെച്ച് വേണമെങ്കിൽ കേട്ടോ. പെർമ്യൂട്ടേഷൻസിൽ ഓർഡറിനാണ് ഇമ്പോർട്ടൻസ്, കോമ്പിനേഷനിൽ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഇനി നമ്മൾ പെർമ്യൂട്ടേഷനിൽ പറഞ്ഞ പോലെ തന്നെ നമ്പർ ഓഫ് കോമ്പിനേഷൻ ഓഫ് n ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ടേക്കൺ r അറ്റ് എ ടൈം. n ഒബ്ജക്റ്റിന് r ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാനുള്ള നമ്പർ ഓഫ് വേസ് കിട്ടണതാണ് എന്ത്? NCR. NCRനെ പറ്റി നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. മാത്രമല്ല NCRൻ്റെ വാല്യൂ കാണാൻ നമ്മൾ പറഞ്ഞിരുന്നു. 7C2 ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 7 × 6/1 × 2 ചെയ്താൽ മതി. 9C3 കിട്ടണമെങ്കിൽ 9, 8, 7, 1, 2, 3 ഇങ്ങനെയാണ് ചെയ്തിരുന്നത്. ഓക്കെ അല്ലേ? എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ട് വീഡിയോ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് എന്താവും ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആയിക്കോളും. റെഡി അല്ലേ? ഇങ്ങനെയാണ് NCR. അതിനകത്ത് ആറിൻ്റെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം, ഇത് പഠിക്കണം. പിന്നെ ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് മുമ്പ്. റെഡി അല്ലേ? ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. ലാസ്റ്റ് പറയുന്ന പോയിന്റ് കേട്ടോ. NC0ൻ്റെ വാല്യൂ 1 ആണ്, NCNൻ്റെ വാല്യൂ 1 ആണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാ. NCR = NCN-R എങ്ങനെ യൂസ് ചെയ്യുന്നത് ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പ്രൂവ് ചെയ്യാം. ഒരു ക്വസ്റ്റൻ ആയിട്ട് തന്നെ എഴുതിക്കോ. Prove that NCR plus NCR plus 1 is equal to N plus 1 CR plus 1. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും വേറെ വേറെ കണ്ടു നോക്കാം. ആദ്യം നമ്മൾ LHS എഴുതി. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് is equal to NCR plus NCR plus 1. ഇനി നോക്കിക്കോ, NCRൻ്റെ ഫോർമുല എന്താ? NCR is equal to n factorial by r factorial into n minus r factorial അല്ലേ? അത് വെച്ചിട്ട് എഴുതിയാൽ NCR n factorial by r factorial into n minus r factorial പ്ലസ് അടുത്തത് എഴുതുമ്പം n factorial divided by താഴെ എന്താ ഉണ്ടാവുക? r plus 1 factorial into n minus r plus 1 factorial. ഇത് n factorial by ഇവിടെ r factorial ഉണ്ട്, n minus r factorial ഉണ്ട്, പ്ലസ് n factorial by താഴെ r plus 1 factorial ഉണ്ട്. ഇതെന്താ വരിക? n minus r minus 1 factorial എന്നാവും അല്ലേ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ n minus r minus 1. അപ്പോൾ നോക്കിക്കോ, ഇവിടെ n factorial, ഇവിടെ n factorial, പ്രശ്നമൊന്നുമില്ല. n factorialനെ പുറത്തെടുക്കാൻ കിട്ടും. ഇവിടെ r factorial, ഇവിടെ r plus 1 factorial. ആറും r plus 1 നോക്കി r plus 1 വലുതാണ്. അപ്പോൾ r factorialനെ ഞാനൊന്നും ചെയ്യണില്ല. ഇതിനെ ഞാൻ എന്ത് ചെയ്യും? r plus 1 factorialനെ r plus 1 into r factorial എഴുതി. ഏതുപോലെ നമ്മൾ പറയാറില്ല 7 factorialനെ 7 into 1 മൈനസ് ചെയ്ത ഫാക്ടോറിയൽ 6 factorial എഴുതാൻ പറ്റും. അതുപോലെ ഇവിടെ n മൈനസ് ആർ, ഇവിടെ n മൈനസ് ആർ മൈനസ് 1. ഇത് ചെറുതാണ്. ഇത് n മൈനസ് ആറിന് 1 മൈനസ് ചെയ്താൽ അപ്പോൾ ഇതിന് എനിക്ക് എന്ത് ചെയ്താം?
എൻ മൈനസ് ആർ ഇൻറ്റു എൻ മൈനസ് ആർ മൈനസ് വൺ ഫാക്ടോറിയൽ. ഇവിടെ എന്താ ഉള്ളത്? എൻ മൈനസ് ആർ മൈനസ് വൺ ഫാക്ടോറിയൽ. ഇപ്പോൾ രണ്ടെണ്ണം നിങ്ങൾക്ക് എന്തിനാ പുറത്തെടുക്കാം? എൻ ഫാക്ടോറിയലിനെ പുറത്തെടുക്കാം. താഴെ ആർ ഫാക്ടോറിയലും എൻ മൈനസ് ആർ മൈനസ് വൺ ഫാക്ടോറിയലും ഒക്കെ പുറത്തെടുക്കാം. അപ്പോൾ ഇത് ഇവിടെ 1 ആയി, ഇവിടെ ഇത് പോയി, ഇവിടെ എന്ത് ബാക്കിയാവും? എൻ മൈനസ് ആർ പ്ലസ് ഇവിടെ എൻ ഫാക്ടോറിയൽ പോയി ആർ, ഇവിടെ ആർ പ്ലസ് 1 ബാക്കി ഉണ്ടാവും. റെഡി അല്ലേ? അപ്പോൾ ഇത് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ മൈനസ് വൺ ഫാക്ടോറിയൽ ഇൻറ്റു അങ്ങോട്ട് ഇങ്ങോട്ട് ക്രോസ് ചെയ്തോ. അപ്പോൾ എന്താ വരിക? ആർ പ്ലസ് 1 പ്ലസ് എൻ മൈനസ് ആർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് ആർ ഇൻറ്റു ആർ പ്ലസ് 1. ഇവിടെ ആറും മൈനസ് ആറും കട്ടായി. മുകളിൽ ഇപ്പോൾ എന്താ ഉള്ളത്? എൻ പ്ലസ് 1 അല്ലേ ഉള്ളത്? അത് നോക്കിക്കോ. ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ഇൻറ്റു എൻ പ്ലസ് 1 ഉണ്ട് ന്യൂമറേറ്ററിൽ. നോക്കി, ഓക്കെ ആണോ? താഴെ എന്താ ഉള്ളത്? ആർ ഫാക്ടോറിയൽ ഇൻറ്റു ഇവിടെ ഒരു ആർ പ്ലസ് 1 ഉണ്ട് ഇൻറ്റു എൻ മൈനസ് ആർ മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ. റെഡിയാണോ? ഇങ്ങനെ കിട്ടി. ഇത് എൻ ഫാക്ടോറിയൽ ഇൻറ്റു എൻ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എൻ പ്ലസ് 1 ഫാക്ടോറിയലാണ് അല്ലേ? അങ്ങനെ ഇത് 1 തൊട്ട് n വരെയും പിന്നെ ഒരു എൻ പ്ലസ് 1 കൂടി ആകുമ്പം എൻ പ്ലസ് 1 ഫാക്ടോറിയലായി. ഏതുപോലെ നമ്മൾ നേരത്തെ ഇവിടെ ചെയ്തില്ലേ, അതിൻ്റെ നേരെ റിവേഴ്സ്. ഓക്കെ അല്ലേ? അപ്പോൾ അതുപോലെ താഴെ ആർ ഫാക്ടോറിയൽ ആർ പ്ലസ് 1 എന്താവും? ആർ പ്ലസ് 1 ഫാക്ടോറിയൽ. അതുപോലെ ഇതിൽ നിന്ന് ഒന്ന് ആഡ് ചെയ്താൽ അപ്പോൾ അതെന്താവും? എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. ഏതുപോലെ ഇടാ? ഇതിൻ്റെ നേരെ തിരിച്ച് ചെയ്താൽ 6 ഫാക്ടോറിയൽ ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 7 ഫാക്ടോറിയൽ ആയിരിക്കില്ല അതുപോലെ. അപ്പോൾ ഇതാണ് നമ്മുടെ LHS. ഇനി നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് എഴുതി വെക്കുക. RHS എന്താ ഉള്ളത്? എൻ പ്ലസ് 1 സി ആർ പ്ലസ് 1. അതെന്താ ഉണ്ടാവുക? എൻ പ്ലസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു എൻ പ്ലസ് 1 മൈനസ് ആർ പ്ലസ് 1 ഫാക്ടോറിയൽ. എൻ പ്ലസ് 1 ഫാക്ടോറിയൽ ബൈ ആർ പ്ലസ് 1 ഫാക്ടോറിയൽ. ഈ 1ഉം 1ഉം കട്ടാം, ബാക്കിയുള്ള എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. LHS ഈക്വൽ ടു RHS. ഓക്കെ ആണോ? അപ്പോൾ പ്രൂവ് ആയില്ലേ? LHS ഈക്വൽ ടു RHS, ഹെൻസ് പ്രൂവ്ഡ്. ഇതാണ് കിട്ടേണ്ടത്. റെഡിയാണോ നോക്ക്. യെസ്. ഇന്ന് നോക്കിക്കോ. അടുത്ത് ദിവസം നോക്കാം. ഇഫ് NC8 is equal to NC9, then find N. N-ൻ്റെ വാല്യൂയാണ് നമ്മൾ കാണേണ്ടത്. NC8 is equal to NC9 എന്നാണുള്ളത് അല്ലേ? നോക്കാം. NCRൻ്റെ ഫോർമുല വെച്ചിട്ട് ഇത് എഴുതിയാൽ n ഫാക്ടോറിയൽ ബൈ 8 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 8 ഫാക്ടോറിയൽ ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ 9 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 9 ഫാക്ടോറിയൽ. ഇതും കട്ടായി. ഓക്കെ ആണോ? ഇതിങ്ങോട്ട് എടുക്കുക. ഇവിടെ എന്താ ഉണ്ടാവുക? 9 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 9 ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടും. 9 ഫാക്ടോറിയൽ 8 ഫാക്ടോറിയൽ നോക്കിയാൽ ഇതാ വലുത്. അപ്പോൾ ഇതിനെ 9 ഫാക്ടോറിയൽ 9 ഇൻറ്റു 8 ഫാക്ടോറിയൽ എഴുതാം. പിന്നെന്താ ഉള്ളത്? n മൈനസ് 9 ഫാക്ടോറിയൽ. ഇത് 8 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 8 ഫാക്ടോറിയലിനെ n മൈനസ് 8 ഇൻറ്റു ഇതിൽ നിന്ന് ഒന്നുകൂടെ മൈനസ് ചെയ്താൽ n മൈനസ് 8 മൈനസ് 1 എന്ന് പറഞ്ഞാൽ n മൈനസ് 9 ഫാക്ടോറിയൽ എന്നാവും. അപ്പോൾ ഇതും കട്ടായി, ഇതും കട്ടായി. ബാക്കിയുള്ള 9 is equal to n മൈനസ് 8. അപ്പോൾ n is equal to 8 പ്ലസ് 9 17 ആയിരിക്കും ആൻസർ. റെഡിയാണോ? യെസ്. അടുത്ത ദിവസം നോക്കാം. അടുത്ത ദിവസം if NC8 is equal to NC2, find NC2. അങ്ങനെയാണെങ്കിൽ NC2ൻ്റെ വാല്യൂ കാണാനാണ് പറയുന്നത്. റെഡി അല്ലേ? അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുക നോക്കാം. നോക്കിക്കോ. NC8 is equal to NC2 എന്നല്ലേ പറയണത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ എഴുതിയാൽ ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് n ഫാക്ടോറിയൽ ബൈ 8 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 8 ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 2 ഫാക്ടോറിയൽ. ഓക്കെ ആണോ? ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഇതിപ്പോൾ കട്ട് ചെയ്താൽ 2 ഫാക്ടോറിയൽ 8 ഫാക്ടോറിയലും കുറേ ഡിഫറൻസ് ഇല്ലേ? ഇത് തമ്മിലും കുറേ ഡിഫറൻസ് ഇല്ലേ? അപ്പോൾ ഇങ്ങനെ ചെയ്യൽ നടക്കില്ല.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഒരു റിസൾട്ട് ഓർക്കുക. ഇഫ് NCA is equal to NCB അങ്ങനെ വന്നാൽ A plus B is equal to N ആയിരിക്കും. റെഡി അല്ലേ? അത് ഈ ഡിഫറൻസ് കൂടുതലാണ്. ഇതിൻ്റെ തൊട്ടുമ്പത്തെ ക്വസ്റ്റിൽ ഇത് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് കിട്ടും. കാരണം 8, 9 അടുത്തടുത്തുള്ള നമ്പറാണ്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒറ്റടിക്ക് കിട്ടില്ല. റെഡി അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു റിസൾട്ട് ഉപയോഗിക്കുക. ഈ റിസൾട്ട് ഉപയോഗിച്ചാൽ നോക്കിക്കോ, ഇവിടെ നമുക്ക് എന്ത് കിട്ടും? N is equal to 8 plus 2 10 കിട്ടും. ഒറ്റടിക്ക് ആൻസർ കിട്ടി. നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ NC2 അല്ലേ? NC2 എന്ന് പറഞ്ഞപ്പോൾ എന്തായി? 10C2 എന്ന് പറഞ്ഞാൽ 10 × 9/1/2 90/2 45 ആണ് ആൻസർ. ക്ലിയർ ആവുന്നതായിരിക്കണം. അടുത്ത ദിവസം നോക്കാം. ഇഫ് 2NC3 is to NC3 equal to 12:1, then find N. Nൻ്റെ വാല്യൂ കാണാനാണ് ക്വസ്റ്റ്യൻ. റെഡി അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. 2NC3 by NC3 is equal to 12/1, അല്ലെങ്കിൽ 2NC3 is equal to 12 into NC3. അപ്പോൾ അത് എഴുതിയാൽ 2NC3 അല്ലേ? അപ്പോൾ n ഫാക്ടോറിയൽ അങ്ങനെ എഴുതണ്ട, 3 നമ്പർ ഇങ്ങനെ എഴുതാലോ. ഇപ്പോൾ 5C3 എന്ന് പറഞ്ഞാൽ 5 × 4 × 3/1 × 2 × 3. അതുപോലെ ഇതിനെ 2n into 2n ഒന്ന് പോയാൽ 2n - 1 into 2n - 2 ഡിവൈഡഡ് ബൈ 1 into 2 into 3 ഇങ്ങനെ എഴുതി. കാരണം ഇവിടെ ചെറിയ ചെറിയ നമ്പർ അതുകൊണ്ട് പെട്ടെന്ന് കാര്യം നടക്കും. ഈക്വൽ ടു 12 into n into n - 1 into n - 2 ഡിവൈഡഡ് ബൈ 1 into 2 into 3. ഇതുകൊണ്ട് കട്ടായി പോയിക്കോളും. ബാക്കിയുള്ളത് എന്നും കട്ടായി, 2ഉം 12 കട്ടായി 6 ആക്കി. ഇനി ബാക്കിയുള്ളത് 2n - 1 ഇൻറ്റു ഈ 2n - 2 എനിക്കൊരു 2നെ പുറത്തെടുക്കാമല്ലോ. അപ്പോൾ n - 1 ആവൂലേ? ഈക്വൽ 6 ഇൻറ്റു n - 1 ഇൻറ്റു n - 2. അപ്പോൾ n - 1 കട്ടായി, 2ഉം കട്ടായി, ഇവിടെ 3 ആയി. 2n - 1 is equal to 3 into n - 2. 2n - 1 equal to 3n - 6. 2n അപ്പുറം കൊണ്ടു, അപ്പോൾ 3n - 2n ആയില്ലേ? 6 ഇങ്ങോട്ട് കൊണ്ടു, അപ്പോൾ 6 - 1, അപ്പോൾ എത്രയായി? n is equal to 5. ക്ലിയർ ആവുന്നതായിരിക്കണം. അടുത്ത ദിവസം നോക്കാം. അടുത്ത ദിവസം ഇതേപോലെ തന്നെ ഇവിടെ 11 ആണ്, 11:1 ആണ്. അങ്ങനെയാണ് എന്നിൻ്റെ വാല്യൂ എത്രയാണ്? ഓക്കെ അല്ലേ? അപ്പോൾ 2NC3 by NC3 is equal to 11/1. അപ്പോൾ ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്തോ. അപ്പോൾ ഇത് 2NC3 equal to 11 into NC3. 2n into 2n - 1 into 2n - 2 by 1 into 2 into 3 equal to 11 into n into n - 1 into n - 2 divided by 1 into 2 into 3. ഇതും കട്ടായി, എന്നും കട്ടായി. ബാക്കിയുള്ള 2 ഇൻറ്റു 2n - 1 ഇൻറ്റു അടുത്തുനിന്ന് ഒരു 2നെ പുറത്തെടുത്ത n - 1 ആയി. 11 ഇൻറ്റു n - 1 ഇൻറ്റു n - 2. n - 1 കട്ടായി. ബാക്കിയുള്ള 4 ഇൻറ്റു 2n - 1 is equal to 11 into n - 2. എത്ര ഉണ്ടാവുക? 8n - 4 is equal to 11n - 22. 11n - 8n 22 - 4 ഇതെത്രയാ? 18 is equal to 3n. അപ്പോൾ n is equal to 18/3 എത്രയാ? 6 ആണ് ആൻസർ വരിക. ക്ലിയർ ആവുന്നതായിരിക്കണം. ഇനി അടുത്ത നോക്കാം. ഇനി അടുത്തത് ഇതിലുള്ള വേർഡ് പ്രോബ്ലംസ് നോക്കാം. ഓരോ ടീം ഉണ്ടാക്കുന്നത്, കമ്മിറ്റി ഉണ്ടാക്കുന്ന ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കിക്കോ, ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കുക. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യാൻ പോകണം, ഇങ്ങനെ ശ്രദ്ധിച്ചോ, NCR ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോണത്. നമ്മളോട് പറയാണ് 10 persons, 10 ആൾക്കാരുണ്ട്. ഇതിനകത്ത് നിന്ന് 3 ആൾക്കാരെ സെലക്ട് ചെയ്യണം. സെലക്ട് 3. നമ്പർ ഓഫ് വേസ് എത്ര? അപ്പം നമ്മൾ പറയേണ്ടത് ടോട്ടൽ എത്ര ആൾക്കാരുണ്ട്, അതാണ് n. എത്ര ആൾക്കാരെ സെലക്ട് ചെയ്യണം, അതാണ് 3. അപ്പം നമ്പർ ഓഫ് വേസ് എത്ര ഉണ്ടാവുക? 10 ആൾക്കാരിൽ നിന്ന്
3 ആൾക്കാരെ സെലക്ട് ചെയ്യാൻ എത്ര വേസ് ഉണ്ട്? NCRൽ കൊടുത്താൽ 10C3 ആണ് ആൻസർ. 10C3ൻ്റെ വാല്യൂ എങ്ങനെ കിട്ടുക? 10, 9, 8, 1, 2, 3, 3 കട്ട് ചെയ്യുക 3, 2 കട്ട് ചെയ്യുക 4, അപ്പോൾ എത്ര വരിക? 120 ആയിരിക്കും ആൻസർ. റെഡി അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ ഓർക്കുക, n ആൾക്കാരുണ്ട് അല്ലെങ്കിൽ n ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും r ഒബ്ജക്ട്സ് സെലക്ട് ചെയ്യാനുള്ള വേസ് ആണ് എന്ത്? NCR. റെഡിയാണോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുക. ഇൻ ഹൗ മെനി വേസ് ക്യാൻ എ ടീം ഓഫ് 3 boys and 3 girls ബി സെലക്റ്റഡ് ഫ്രം 5 boys? 5 ബോയ്സ് ഉണ്ട്, 4 ഗേൾസ് ഉണ്ട്. ബി എന്നിട്ട് ജി എന്നിട്ട് ബോയ്സിനും ഗേൾസിനും കേട്ടോ. അതിൽ നിന്ന് നമ്മളൊരു ടീം ഉണ്ടാക്കണം. ആ ടീമിനകത്ത് 3 ബോയ്സും 3 ഗേൾസും ആണ് വരേണ്ടത്. ഇങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് വേസ് എത്രയെന്നാ? ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യാണ് വേണ്ടത്. ഓക്കെ ആണോ? അപ്പം നോക്കിക്കോ, നമ്പർ ഓഫ് വേസ് ഈക്വൽ ടു എങ്ങനെയാണ് ചെയ്യുക? ഈ 5 ബോയ്സിൽ നിന്ന് 3 ബോയ്സിനെ സെലക്ട് ചെയ്യുക, 4 ഗേൾസിൽ നിന്ന് 3 ഗേൾസിനും സെലക്ട് ചെയ്താൽ മതി. 5 ബോയ്സിൽ നിന്ന് 3 ബോയ്സിനെ സെലക്ട് ചെയ്യാൻ എത്ര വേസ് ഉണ്ട്? 5C3. NCR ഉപയോഗിച്ചാൽ മതി. അതുപോലെ 4 ഗേൾസിൽ നിന്ന് 3 ഗേൾസിനെ സെലക്ട് ചെയ്യാൻ 4C3. ഇനി ഞാൻ പറഞ്ഞ ശരിക്കും ശ്രദ്ധിച്ചോ, 5C3 എന്ന് പറഞ്ഞാൽ 5C2 ആണ്. അതെങ്ങനെയാണ് കിട്ടുന്നത്? ഇത് ഇമ്പോർട്ടൻ്റ് റിസൾട്ടാണ്. NCR NCN-R. അതായത് ഈ നമ്പർ ഇതിൻ്റെ അടുത്തുള്ള നമ്പർ ആണെങ്കിൽ 5 - 3 എത്ര? 2. അത് എഴുതിയാൽ മതി ഇവിടെ. അതുപോലെ ഇത് എഴുതിയാലോ 4C3 എന്ന് പറഞ്ഞാൽ 4C, 4 - 3 എത്ര? 1. പെട്ടെന്ന് ആൻസർ കിട്ടും. അതിനും വേണ്ടിയിട്ടാണ് ഇത് എഴുതിയാലും തെറ്റൊന്നുമില്ല. ഇത് എഴുതിയാൽ പെട്ടെന്ന് ആൻസർ കിട്ടും. 5C2 എന്ന് പറഞ്ഞാൽ 5 × 4/1 × 2 × 4C1 എന്ന് പറഞ്ഞാൽ 4/1. ഇത് കട്ട് ചെയ്യുക. ഇവിടെ എത്ര? 2. 5 × 2 എത്രയാ? 10. 10 × 4 40 ആയിരിക്കും ആൻസർ. ചെയ്തത് അങ്ങനെ ശരിക്കും മനസ്സിലാണെന്ന് നോക്കുക. 5 ബോയ്സും 4 ഗേൾസും ഉണ്ട്. 3 ബോയ്സിനും 3 ഗേൾസിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിൻ്റെ മീനിങ് ഇതിൽ നിന്ന് 3 ആളെ എടുക്കണം, ഇതിൽ നിന്ന് 3 ആളെ എടുക്കണം. 5ൽ നിന്നും 3 എടുക്കാൻ 5C3, 4ൽ നിന്നും 3 എടുക്കാൻ 4C3. പിന്നെ ആൻഡ് അല്ലേ, രണ്ടും സെലക്ട് ചെയ്യണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തത്. റൂൾ ഓഫ് ആൻഡ്. ഓക്കെ അല്ലേ? റൂൾ ഓഫ് ആൻഡ് ആണ് നമ്മൾ എടുക്കുന്നത്. റെഡിയാണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. A committee of 3 persons is to be constituted from a group of 2 men and 3 women. ഇതിൽ നിന്നും കമ്മിറ്റി ഓഫ് 3. ഓക്കെ ആണോ? ഇൻ ഹൗ മെനി വേസ് ക്യാൻ ദിസ് ബി ഡൺ? എത്ര വേസിൽ ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക അറിയോ? നമ്പർ ഓഫ് വേസ് ഇസ് ഈക്വൽ ടു, ഇവിടെ എത്ര ആൾക്കാരുണ്ട് ടോട്ടല്? 5 ആൾക്കാരുണ്ട്, 5 persons. ആ 5ൽ നിന്ന് 3 എണ്ണം സെലക്ട് ചെയ്താൽ മതി. 5C3, അതായത് 5C2, 5 - 3 2. 5 × 4/1 × 2. അപ്പോൾ ആൻസർ എത്ര വരിക? 10 വേസ് ആണ് ഇതിനുള്ളത്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് അതിനകത്ത്. ഹൗ മെനി ഓഫ് ദീസ് കമ്മിറ്റീസ് വുഡ് കൺസിസ്റ്റ് ഓഫ് 1 man and 2 women? ഒരു മാനും 2 women വരാൻ എത്ര ചാൻസ് ഉണ്ടെന്നാ? 2 men and 3 women ആണുള്ളത്. ഇതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു മാനും 2 women വരണം. റെഡി അല്ലേ? ഇങ്ങനെ വരാൻ എത്ര നമ്പർ ഓഫ് വേസ് ഉണ്ടെന്നാ? അപ്പോൾ നമ്മൾ നോക്കുമ്പം ഇതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുക, ഇതിൽ നിന്ന് 2 ആളെയും സെലക്ട് ചെയ്യുക. അപ്പം നമ്പർ ഓഫ് വേസ് ഇസ് ഈക്വൽ ടു 2C1 × 3C2. 2C1 × 3C2 എന്ന് പറഞ്ഞാൽ 3C1 അല്ലേ? 2C1 എന്ന് പറഞ്ഞാൽ 2, 3C1 എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ ആൻസർ എത്രയാ? 6. റെഡി അല്ലേ? യെസ്. അടുത്ത് നോക്കുക. സിമ്പിളാണ് കോമ്പിനേഷൻ കേട്ടോ. പെർമ്യൂട്ടേഷൻ്റെ അത്രയും ചിന്തിക്കാനില്ലേ കോമ്പിനേഷനിൽ. പെട്ടെന്ന് ആൻസർ കിട്ടും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് 9 balls ഫ്രം 6 red, 5 white, 5 blue balls. If each selection consists of 3 balls of each color. ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യണം? സെലക്ട് 9 balls, 9 balls ഞാൻ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുമ്പം
ഇതും 3 എണ്ണം വരണതും 3 എണ്ണം വരണതും എന്ന് വെച്ചാൽ 3 റെഡും 3 വൈറ്റും 3 ബ്ലൂവും വരണം. റെഡി അല്ലേ? 3 റെഡ് 3 വൈറ്റ് 3 ബ്ലൂ വരണം. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് വേസ് എത്രയാണ്? നമ്പർ ഓഫ് വേസ് ഈക്വൽ ടു 6 എണ്ണത്തിന് 3 എണ്ണം 6C3 ഇൻറ്റു 5C3 ഇൻറ്റു 5C3. ഇതാണ് ആൻസർ വരിക. 6C3 എത്രയാ? 6 ഇൻറ്റു 5 ഇൻറ്റു 4 ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 5C3 എന്ന് പറഞ്ഞാൽ എത്ര? 5C2 ആണ്. 2 3 6 8 കട്ടായി. 5 4 20. 5C2 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 4 ബൈ 1 ഇൻറ്റു 2 5 ഇൻറ്റു 4 ബൈ 1 ഇൻറ്റു 2. ഇവരെ കട്ട് ചെയ്താൽ 2 ആയി. ഇവരെ കട്ട് ചെയ്താൽ 2 ആയി. ഇത് എത്രയാണ്? 10 10. 20 ഇൻറ്റു 10 ഇൻറ്റു 10. അപ്പോൾ ആൻസർ എത്രയാണ്? 2000 ആയിരിക്കും ആൻസർ വരിക. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം? കാർഡ്സിൻ്റെ എണ്ണം അറിയണം. പ്ലേയിങ് കാർഡ്സ്. ഓക്കെ അല്ലേ? പ്ലേയിങ് കാർഡ്സിൻ്റെ എണ്ണം മനസ്സിലാവണം. ഓക്കെ, പ്ലേയിങ് കാർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു പാക്ക് അല്ലെങ്കിൽ ഡെക്ക് ഓഫ് കാർഡ്സ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഒരു പാക്ക് കാർഡ്സ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 52 കാർഡ്സ് ഉണ്ടാവും. 52 കാർഡ്സ് ഉണ്ടാവും. റെഡി അല്ലേ? ഇത് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക? കളറിൻ്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യുന്നത്. ആദ്യമുള്ളത് ബ്ലാക്ക്. എത്ര ഉണ്ടാവും? 26 ഉണ്ടാവും. 52ൻ്റെ നേരെ പകുതി ബ്ലാക്ക്. അതുപോലെ മറ്റൊരു ഹാഫ് വരുന്ന റെഡും ആണ്. അപ്പോൾ റെഡിനകത്ത് എത്ര ഉണ്ടാവും? 26. എത്ര ബ്ലാക്ക് ഉണ്ട്? 26. എത്ര റെഡ്? 26. രണ്ടും കൂടെ കൂട്ടിയാൽ ടോട്ടൽ 52 കാർഡ്സ്. ഇനി ഈ ബ്ലാക്കിനെ നമ്മൾ വീണ്ടും 2 എണ്ണാക്കി ഡിവൈഡ് ചെയ്ത്, അതുപോലെ ഈ റെഡിനെ നമ്മൾ 2 എണ്ണാക്കി ഡിവൈഡ് ചെയ്യും. ഓക്കെ അല്ലേ? ബ്ലാക്കിനെ ഡിവൈഡ് ചെയ്തിന് സ്പെയ്ഡായിട്ടും ക്ലബായിട്ടും. റെഡിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഡയമണ്ട് ഹാർട്ട്. ഇങ്ങനെ. റെഡി അല്ലേ? ഡയമണ്ട് ഹാർട്ട്. ഇതിനകത്ത് എത്ര ഉണ്ട്? 13 എണ്ണം ഉണ്ട്. ഇതിനകത്തും 13 എണ്ണം ഉണ്ട്. ഇതിനകത്തും 13 എണ്ണം ഉണ്ട്. ഇതിനകത്തും 13 എണ്ണം ഉണ്ട്. റെഡി? ഇനി ഈ സ്പെയ്ഡ് നോക്കുക. ഓരോന്നിനകത്തും 13 കാർഡ്സ് ഏതൊക്കെയാണെന്ന് അറിയണം. ഏറ്റവും ആദ്യം വരുന്ന കാർഡ് എയ്സ് ആണ്. എ എന്ന് പറഞ്ഞ ലെറ്റർ കൊടുത്താൽ മതി. എ. അടുത്ത കാർഡ് 2, പിന്നെ 3, പിന്നെ 4, ഇങ്ങനെ 10 വരെ ഉണ്ടാവും. 1 ഉണ്ടാവില്ല. 1ന് പകരം നിൽക്കുന്ന കാർഡാണ് ഇത് എയ്സ്. അതുപോലെ തന്നെയാണ് ഇവിടെ എയ്സ് 2 3 4 എക്സെട്ര അപ് ടു 10. എയ്സ് 2 3 4 എക്സെട്ര അപ് ടു 10. എയ്സ് 2 3 4 എക്സെട്ര അപ് ടു 10. ടോട്ടൽ എത്ര എയ്സ് ഉണ്ട്? 4 എയ്സ് ഉണ്ട്. എത്ര ബ്ലാക്ക് എയ്സ് ഉണ്ട്? 2 ബ്ലാക്ക് എയ്സ് 2 റെഡ് എയ്സ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത വരാൻ പോണ കാർഡ് ജെ കെ ക്യൂ ആണ്. ജാക്ക്, കിങ്, ക്വീൻ. അതുപോലെ ഇവിടെ ഉണ്ടാവും ജാക്കും കിങ്ങും ക്യൂനും. ജാക്ക്, കിങ്, ക്വീൻ. ജാക്ക്, കിങ്, ക്വീൻ. ഇത്രയാണ് കാർഡ്സ് ഉള്ളത്. ഇതാ ഇപ്പോൾ 1 2 3 4 ഇങ്ങനെ 10 വരെ 11 12 13 കാർഡ് വെച്ച് ഓരോന്നിലും വരും. ഇതിനകത്ത് ഈ കാർഡ്സ് ഉണ്ടോ? ജാക്ക്, കിങ്, ക്യൂന്. ഈ കാർഡ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫേസ് കാർഡ്സ്. ഈ കാർഡ്സ് നമ്മൾ വിളിക്കും ഫേസ് കാർഡ്സ്. എത്ര ഫേസ് കാർഡ്സ് ഉണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? 12 എണ്ണം ഉണ്ട്. എത്ര റെഡ് ഫേസ് കാർഡ്സ് ഉണ്ട്? 6 എണ്ണം. ഇതാ. എത്ര ബ്ലാക്ക് ഫേസ് കാർഡ്സ്? 6 എണ്ണം. ടോട്ടൽ 12 ഫേസ് കാർഡ്സ്. എത്ര എയ്സ് ഉണ്ട്? 4 എയ്സ് ഉണ്ട്. എത്ര കിങ് ഉണ്ട്? 4 കിങ് ഉണ്ട്. എത്ര റെഡ് കിങ് ഉണ്ട്? 2 റെഡ് കിങ്. ഇങ്ങനെ ഓരോന്നും ചോദിച്ചാൽ നമുക്ക് എല്ലാത്തിനെയും കൗണ്ട് ഇതിനകത്ത് നിന്ന് അറിയണം. റെഡി അല്ലേ? അപ്പോൾ ഇനി നോക്കുക, ക്വസ്റ്റ്യൻസ് നോക്കുക. ഈ കാർഡ്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് വരും. ഈ ചാപ്റ്ററിലും പിന്നെ ലാസ്റ്റ് ഒരു ചാപ്റ്ററും കൂടെ ഉണ്ട് നിങ്ങൾക്ക് +1 പഠിക്കാനുള്ള പ്രോബബിലിറ്റി. ആ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എന്ത് വരും? കാർഡ്സിൻ്റെ എണ്ണം വരാറുണ്ട്. റെഡി അല്ലേ? 4ാമത്തെ ക്വസ്റ്റ്യൻ.
ഡിറ്റർമിൻ ദി നമ്പർ ഓഫ് 5 കാർഡ് കോമ്പിനേഷൻസ് ഔട്ട് ഓഫ് ഡെക്ക് ഓഫ് 52 കാർഡ്സ്. ഡെക്ക് ഓഫ് കാർഡ്സ് ഉണ്ട്. ഓക്കെ, എത്രണ്ണം? 52. ഇതിൽ നിന്ന് നമ്മൾ എത്രണ്ണം സെലക്ട് ചെയ്യേണ്ടത്? 4 കാർഡ്സാണ് സെലക്ട് ചെയ്യേണ്ടത്. സോറി, 5 കാർഡ് കോമ്പിനേഷൻസ് ഇങ്ങനെയുള്ളത്. ഡിറ്റർമിൻ ദി നമ്പർ ഓഫ് 5 കാർഡ് കോമ്പിനേഷൻസ് ഔട്ട് ഓഫ് ഡെക്ക് ഓഫ് 52 കാർഡ്സ് ഇഫ് ദർ ഈസ് എക്സാക്ട്ലി 1 ace ഇൻ ഈച്ച് കോമ്പിനേഷൻ. ഓരോ സെലക്ഷനിലും, അതായത് ഓരോ കോമ്പിനേഷനിലും എക്സാക്ട്ലി ഒരു ace അതിനകത്ത് വരണം. ക്ലിയർ ആയി ഉണ്ടാവുന്നിരിക്കണം. ഈ 52 5 കാർഡ് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുമ്പോൾ അതിൽ ഒരു കാർഡ് എന്ത് വരണം? ace വരണം. അങ്ങനെയാണെങ്കിൽ എത്ര aceൽ സെലക്ട് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കണം. 52 കാർഡ്സ് ഉണ്ട്. ആ 52 എണ്ണത്തിൽ നിങ്ങൾക്കറിയാം 4 എണ്ണമാണ് എന്ത് വരിക? ace വരിക. ബാക്കി 48 എണ്ണം ace അല്ലാത്തത്, അതിനെ ഞാൻ നോൺ ace എന്ന് വിളിച്ചു. റെഡി അല്ലേ? ഇതിനകത്തു നിന്നുള്ള സെലക്ഷൻ 5 കാർഡ്സ് ആണ് വരേണ്ടത്. ആ 5 കാർഡ്സിൽ എക്സാക്ട്ലി 1 ace വരണം. അപ്പോൾ ബാക്കി 4 എണ്ണം എന്ത് വരണം? നോൺ ace വരണം. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഞാൻ സെലക്ട് ചെയ്യേണ്ടത് ശരിക്ക് 4 ace എന്ന് 1 48 നോൺ ace എന്ന് 4 എണ്ണമാണ്. ക്ലിയർ? അപ്പോൾ എനിക്ക് എഴുതാം നമ്പർ ഓഫ് വേസസ് ഈക്വൽ ടു 4C1 ഇൻറ്റു 48C4. അതിൽ നിങ്ങൾ കണ്ടോളൂ അല്ലേ? 4C1 എന്ന് പറഞ്ഞാൽ 4 തന്നെ, 48C4 എന്ന് പറഞ്ഞാൽ 48, 47, 46, 45, 1, 2, 3, 4. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക് കേട്ടോ. ഓക്കെ ആണല്ലോ? നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, ആൻസർ എന്താ കിട്ടുന്നത്. റെഡി? അടുത്ത ദിവസം നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചോ. ഇൻ ഹൗ മെനി വേസ് ക്യാൻ വൺ സെലക്ട് എ ക്രിക്കറ്റ് ടീം ഓഫ് 11 ഫ്രം 17 പ്ലേയേഴ്സ്? 17 പ്ലേയേഴ്സിൽ നിന്ന് നമ്മൾ എത്ര സെലക്ട് ചെയ്യേണ്ടത്? 11 പ്ലേയേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യണം. ഒരു ടീം ഉണ്ടാക്കുകയാണ്, ക്രിക്കറ്റ് ടീം. ഇൻ വിച്ച് ഓൺലി 5 പ്ലേയേഴ്സ് ക്യാൻ ബൗൾ. ഈ 17 പ്ലേയേഴ്സിൽ എത്ര ബൗളേഴ്സ് ഉണ്ട്? 5 ബൗളേഴ്സ് ഉണ്ട്. ഓക്കെ അല്ലേ? ഇഫ് ഈച്ച് ക്രിക്കറ്റ് ടീം ഓഫ് 11 മസ്റ്റ് ഇൻക്ലൂഡ് എക്സാക്ട്ലി 4 ബൗളേഴ്സ് ആണ് ശരിക്കും ടീമിൽ വരേണ്ടത്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ എത്ര വേസിൽ സെലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ അങ്ങനെ ശ്രദ്ധിച്ചോ. ടോട്ടൽ 17 ആൾക്കാരുണ്ട്. ആ 17 5 ആൾക്കാർ ബൗളേഴ്സാണ്. അപ്പോൾ 12 ആൾക്കാർ ബാറ്റ്സ്മാൻ ആണെന്ന് വിചാരിച്ചോ. അതുപോലെ അവിടെ 11 ആൾക്കാരുണ്ട്. അതിനകത്ത് 4 ആൾക്കാർ ബൗളേഴ്സാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ബാക്കി 7 ആൾക്കാർ എന്താണ്? ബാറ്റ്സ്മാൻ ആണ്. അപ്പോൾ നോക്കിക്കോ, സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? 17 പ്ലേയേഴ്സ് ഉണ്ട്. അതിനകത്ത് 5 ബൗളേഴ്സ് പ്ലസ് 12 ബാറ്റ്സ്മാൻ. ഇതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എത്ര ആൾക്കാരാണ്? 11 പ്ലേയേഴ്സിനെയാണ്. ഈ 11 പ്ലേയേഴ്സിൽ 4 ആൾക്കാർ എന്തായിരിക്കണം? ബൗളേഴ്സ്. ബാക്കി 7 ആൾക്കാർ ബാറ്റ്സ്മാൻ. റെഡി അല്ലേ? അപ്പം നോക്കിക്കോ, ഇതിനകത്ത് നിന്ന് 4 ആൾക്കാരെയും ഇതിനകത്ത് നിന്ന് 7 ആൾക്കാരെയും സെലക്ട് ചെയ്യണം എന്നർത്ഥം. അപ്പം നമ്പർ ഓഫ് വേസസ് ഈക്വൽ ടു നമ്പർ ഓഫ് വേസ് ഈക്വൽ ടു 5C4 ഇൻറ്റു 12C7. 5C4 എന്ന് പറഞ്ഞാൽ 5C1 അല്ലേ? 12C7 എന്ന് പറഞ്ഞാൽ 12 മൈനസ് 5. അപ്പോൾ ആൻസർ എന്താ വരിക? 5/1 ഇൻറ്റു 12, 11, 10, 9, 8 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5. റെഡിയാണോ? 5 കട്ടായി. 2 ഇൻറ്റു 4 8 വെച്ചിട്ട് കട്ടായി. 3 ഇതായിട്ട് കട്ട് ചെയ്ത് അപ്പോൾ എത്ര? 3. ബാക്കി എന്താ ഉള്ളത്? 12, 11, 10, 3. റെഡി അല്ലേ? 3 ഇൻറ്റു 12 എത്ര? 36 ഇൻറ്റു 11 ഇൻറ്റു 10. 36 ഇൻറ്റു 11 മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. 36 ഇൻറ്റു 11. റെഡി അല്ലേ? 6, 9, 39, 396. പിന്നെ ഒരു 0യും കൂടെ വരും, ഇൻറ്റു 10 ഉള്ളതുകൊണ്ട്.
റെഡിയാണോ? ഇതാണ് ആൻസർ വരിക. ക്ലിയർ? അടുത്ത് നോക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. എ ബാഗ് കണ്ടെയ്ൻസ് 5 black and 6 red balls. ഓക്കെ അല്ലേ? 5 ബ്ലാക്കും 6 റെഡും. ഡിറ്റർമിൻ ദി നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് 2 black and 3 red balls can be selected. ഈ സെലക്ഷൻ എത്ര വേസ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് വേസ് ഇസ് ഈക്വൽ ടു 5 എണ്ണത്തിന് 2 എണ്ണം 5c2 ഇൻറ്റു 6c3, 5 into 4 by 1 into 2 into 6 into 5 into 4 by 1 into 2 into 3. ഇത് കട്ട് ചെയ്ത് അവിടെ 2, 2 into 3 കട്ട് ചെയ്ത് 6, 10 into 20. ആൻസർ എത്ര വരും? 200 ആണ് ആൻസർ കിട്ടുക. 200. റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. In how many ways can a student choose a program of 5 courses if 9 courses are available? 9 കോഴ്സസ് ഉണ്ട്. അതിൽ നിന്ന് എത്ര കോഴ്സ് സെലക്ട് ചെയ്യണം? 5 കോഴ്സസ് സെലക്ട് ചെയ്യണം. 2 കോഴ്സ് എന്താണ്? കമ്പൾസറി ആണ്. ഓക്കെ അല്ലേ? ആൻഡ് 2 സ്പെസിഫിക് കോഴ്സസ് ആർ കമ്പൾസറി ഫോർ എവറി സ്റ്റുഡൻറ്റ്. 2 സ്പെസിഫിക് കോഴ്സ് എല്ലാ സ്റ്റുഡൻസിനും എന്താണ്? കമ്പൾസറി ആണ്. അപ്പം ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ, ഒരു കുട്ടിക്ക് 9 കോഴ്സ് ഉണ്ട് പഠിക്കാൻ. അതിനകത്ത് നോക്കിയാൽ 2 എണ്ണം എന്താണ്? കമ്പൾസറി ആണ്. പക്ഷേ ബാക്കി 7 എണ്ണം ഓപ്ഷണലാണ്. ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ആ കുട്ടി സെലക്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് എത്ര എണ്ണം സെലക്ട് ചെയ്യേണ്ടത്? 5 കോഴ്സാണ് കുട്ടിക്ക് കിട്ടേണ്ടത്. റെഡി അല്ലേ? ആ 5 കോഴ്സ് എന്ന് പറയുമ്പം അതിനകത്ത് 2 എണ്ണം കമ്പൾസറി അല്ലേ? അതിൽ എനിക്കൊന്നും ചെയ്യാനില്ല. ബാക്കി പക്ഷേ 3 എണ്ണം ഓപ്ഷണൽ എന്നാണ് എടുക്കേണ്ടത്. റെഡിയാണോ? അപ്പോൾ ആ കുട്ടീൻ്റെ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ 2ൽ നിന്ന് 2 സെലക്ട് ചെയ്യാനില്ല, 1 ആണ് ആൻസർ. 7 എണ്ണത്തിന് 3 എണ്ണം സെലക്ട് ചെയ്യാം. നമ്പർ ഓഫ് വേസ് ഇസ് ഈക്വൽ ടു 2c2 ഇൻറ്റു 7c3. 2c2 എന്ന് പറഞ്ഞാൽ 1, 7c3 7, 6, 5, 1, 2, 3. 2 into 3 6 8 8. 7 into 5 എത്ര? 35 വേസ് ഉണ്ട്. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കാം. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ. 8ാമത്തെ ക്വസ്റ്റ്യൻ. There are 10 persons in a room. 10 ആൾക്കാരുള്ളത്. Everybody shakes hand with everyone else. Find the total number of handshakes. ഒരു റൂമിൽ 10 ആൾക്കാരുണ്ട്. അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹാൻഡ് ഷേക്ക് കൊടുത്തു, ഷേക്ക് ഹാൻഡ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഹാൻഡ് ഷേക്സ് എത്ര ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മളത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഒരു റൂമിൽ 10 ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് നിന്ന് 2 ആളെ സെലക്ട് ചെയ്താൽ ഒരു ഹാൻഡ് ഷേക്കായി. ഞാൻ 2 ആളെ വിളിച്ചു, ഒരു ഹാൻഡ് ഷേക്ക്. അടുത്ത 2 ആൾക്കാരെ സെലക്ട് ചെയ്ത് അടുത്ത ഹാൻഡ് ഷേക്ക്. ഇങ്ങനെയല്ലേ വരിക? ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഞാൻ വേറൊരാൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ അയാൾ എനിക്ക് കൈൻഡ് ചെയ്യുന്ന 2 സെയിം ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഹാൻഡ് ഷേക്സ് ഈക്വൽ ടു നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് 2 പേഴ്സൺസ്. ഓക്കെ അല്ലേ? 2 ആൾക്കാരെ സെലക്ട് ചെയ്ത ഒരു ഹാൻഡ് ഷേക്ക് ആയി. അപ്പോൾ എത്ര രീതിയിൽ എനിക്ക് 2 ആൾക്കാരെ സെലക്ട് ചെയ്യാൻ പറ്റും നോക്കിയാൽ മതി. അത്രയും ഹാൻഡ് ഷേക്ക് ഉണ്ടാവും. എത്ര ആൾക്കാരുള്ളത്? 10 ആൾക്കാരുള്ളത്. 2 ആളെ സെലക്ട് ചെയ്യാനുള്ള വേസ് എത്രയാണ്? 10c2. അപ്പോൾ ആൻസർ എത്രയാണ് വരിക? 10 into 9 by 1 into 2, 45 ആയിരിക്കും ആൻസർ കിട്ടുക. ക്ലിയർ ആവുന്നതായിരിക്കണം. അടുത്ത നോക്കാം. അടുത്ത ഇതേപോലെ ഇതേ ഒരു കൺസെപ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ മെനി കോഡ്സ് ക്യാൻ ബി ഡ്രോൺ ത്രൂ 21 പോയിന്റ്സ് ഓൺ എ സർക്കിൾ? 21 പോയിന്റ്സ് ഉണ്ട് ഒരു സർക്കിളിൽ. ഓക്കെ അല്ലേ? നമ്പർ ഓഫ് കോഡ്സ് ആണ് ചോദിച്ചത്. റെഡി അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ
ഇങ്ങനെ കുറേ പോയിന്റ്സ് ഉണ്ട്. 2 പോയിന്റ് സെലക്ട് ചെയ്ത ഒരു കോഡായി, ഇത് 2 സെലക്ട് ചെയ്താൽ അടുത്ത കോഡായി, ഇത് 2 സെലക്ട് ചെയ്താൽ അടുത്ത്, ഇത് സെലക്ട് ചെയ്താൽ അടുത്ത്, ഇത് സെലക്ട് ചെയ്താൽ അടുത്ത്, ഇത് സെലക്ട് ചെയ്ത് ഇങ്ങനെ 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 ഉണ്ടാവുക. അതായത് 2 പോയിന്റ് സെലക്ട് ചെയ്ത ഒരു കോഡായി. അപ്പോൾ എനിക്കിത് എന്ത് ചെയ്താം, നമ്പർ ഓഫ് കോഡ്സ് ഈക്വൽ ടു നമ്പർ ഓഫ് വേസ് ഓഫ് ചൂസിങ് 2 പോയിന്റ്സ് ഫ്രം ഗിവൺ 21 പോയിന്റ്സ്. 21 പോയിന്റ്സ് അല്ലേ തന്ന്, അതിൽ നിന്ന് 2 പോയിന്റ് സെലക്ട് ചെയ്യാൻ 21 C2 ചെയ്താൽ മതി. 21 × 20/1 × 2 കട്ട് ചെയ്ത അവിടെ 10. അപ്പോൾ ആൻസർ എത്ര? 210 ആയിരിക്കും ആൻസർ കിട്ടുക. റെഡി അല്ലേ? അടുത്ത് നോക്കാം 10ാമത്തെ ക്വസ്റ്റ്യൻ. ഈ ചാപ്റ്ററിൽ ഞാൻ ചെയ്യാൻ പോണ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണത്, കോമ്പിനേഷനിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക, കുറച്ച് വലിയൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. വാട്ട് ഈസ് ദി നമ്പർ ഓഫ് വേസ് ഓഫ് ചൂസിങ് 4 cards ഫ്രം എ പാക്ക് ഓഫ് 52 പ്ലേയിങ് കാർഡ്സ്? 52 കാർഡ്സ് ഉണ്ട്. ഇതിൽ നിന്ന് എത്ര എണ്ണം സെലക്ട് ചെയ്യണം? 4 cards ആണ് സെലക്ട് ചെയ്യണം. എന്നിട്ട് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് കുറേ എണ്ണം പറയുന്നുണ്ട്. ആദ്യം പറയണത് ഫോർ സെയിം സ്യൂട്ട് എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് സ്യൂട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്ലബ്ബ്, സ്പെയ്ഡ്, ഡയമണ്ട്, ഹാർട്ട്, ഇതിനാണ് നമ്മൾ സ്യൂട്ട് എന്ന് പറയുന്നത്. 4 സ്യൂട്ടാണ് ശരിക്കുള്ളത്. റെഡി അല്ലേ? ഒന്ന് ക്ലബ്ബ്, ഒന്ന് സ്പെയ്ഡ്, ഒന്ന് ഡയമണ്ട്, ഒന്ന് ഹാർട്ട്, ഇങ്ങനെ 4 സ്യൂട്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് ക്ലബ്ബ്, ഒരു സ്യൂട്ടാണ് ഡയമണ്ട്. ആ ഒരു 13 എണ്ണത്തിൻ്റെ സെറ്റിന് പറഞ്ഞ പേരാണ് എന്ത്? ഒരു സ്യൂട്ട്. നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 4 cards ആർ ഓഫ് ദി സെയിം സ്യൂട്ട് എന്നാണ് പറഞ്ഞത്. 4 cards ആർ ഓഫ് സെയിം സ്യൂട്ട് എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഞാൻ 4 കാർഡ് സെലക്ട് ചെയ്യുമ്പം 4 കാർഡും ക്ലബ്ബ് വരണം എന്നർത്ഥം, അല്ലെങ്കിൽ 4 എണ്ണം സ്പെയ്ഡ് വരണം, അതും അല്ലെങ്കിൽ 4 എണ്ണം ഡയമണ്ട് വരണം, അതും അല്ലെങ്കിൽ 4 എണ്ണം ഹാർട്ട് വരണം എന്നർത്ഥം. 4 എണ്ണം ക്ലബ്ബ് ഓർ 4 സ്പെയ്ഡ് ഓർ 4 ഡയമണ്ട് ഓർ 4 ഹാർട്ട്. ഇവിടെ ഞാൻ ഇടയ്ക്ക് ഓറാണ് എഴുതിയത്. ഞാനവിടെ ആൻഡ് എഴുതിയാൽ എന്താ സംഭവിക്കുമെന്ന് ആലോചിച്ച് നോക്കിയേ. 4 ക്ലബ്ബ് ആൻഡ് 4 സ്പെയ്ഡ് ആൻഡ് 4 ഡയമണ്ട് ആൻഡ് 4 എന്ന് വെച്ചാൽ ഇതും ചെയ്യണം, ഇതും ചെയ്യണം, ഇതും ചെയ്യണം, ഇതും ചെയ്യണം. അപ്പോൾ ടോട്ടൽ 16 കാർഡ് ഉണ്ടാവും എൻ്റെ കയ്യിൽ. ക്വസ്റ്റ്യനിൽ പറഞ്ഞ 4 കാർഡാണ്. അപ്പോൾ ഒന്നുകിൽ ഈ 4, അല്ലെങ്കിൽ ഈ 4, അല്ലെങ്കിൽ ഈ 4, അല്ലെങ്കിൽ ഈ 4 എന്നാണ് മീനിങ്. അപ്പോൾ നമ്പർ ഓഫ് വേസ് എത്ര ആയിരിക്കും ഉണ്ടാവുക? നമ്പർ ഓഫ് വേസ് 13 ക്ലബ്ബാണുള്ളത്. അതിൽ നിന്ന് 4 ക്ലബ്ബ് സെലക്ട് ചെയ്യാൻ 13C4 ഓർ അടുത്തതും 13C4 ഓർ 13C4 ഓർ 13C4. 4 എണ്ണം വരും. അപ്പം 4 കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താവും? 4 × 13C4 ആണ് ആൻസർ. ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ ഫൈനൽ ആൻസർ. പിന്നെ വാല്യൂ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. വലിയ വാല്യൂ വരികയാണെങ്കിൽ നിങ്ങൾ വാല്യൂ കണ്ടിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. വാല്യൂ കണ്ടാലും ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ചെയ്യൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ചെറിയ നമ്പർ തന്നെ ആയിരിക്കും. എന്നാലും 13 × 12 അങ്ങ് കുറച്ച് എന്താ പറയുക ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി. റെഡി? NCERT-യിലൊക്കെ ചില ക്വസ്റ്റ്യൻ ആൻസർ ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അടുത്ത നോക്ക്, അതിലെ ബി പാർട്ട് വായിച്ചു നോക്കുന്നു. അതിനകത്തുള്ള ബി പാർട്ടിൽ പറയുന്നത് 4 cards belong to 4 different suits. 4 cards belongs to 4 different suits. ഓരോ കാർഡും ഓരോ സൂട്ടാണ്, ഡിഫറെൻറ്റ് സൂട്ട്സ് എന്നാണ് വരേണ്ടത്. അപ്പം എങ്ങനെയാ ചെയ്യുക? ഒരു ക്ലബ്ബ് ആൻഡ് ഒരു സ്പെയ്ഡ് ആൻഡ് ഒരു ഡയമണ്ട് ആൻഡ് ഒരു ഹാർട്ട്, ഇങ്ങനെയല്ലേ ഉണ്ടാവുക? എല്ലാത്തിനും ഓരോന്ന് എടുക്കണം. അപ്പം ഇടയ്ക്ക് ആൻഡ് ആണ് ശരിക്കും വരേണ്ടത്. നമ്പർ ഓഫ് വേസ് ഈക്വൽ ടു 13C1 × 13C1 × 30. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇൻറ്റു ആ ചെയ്തത്. കാരണം എന്താ, അവിടെ ഓരോന്നും ചെയ്യണം, 4 കാർഡ് ആവുള്ളൂ. ഇതിനിടയ്ക്ക് ഓർ ഇട്ടാൽ ഇത് അല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത് ഒറ്റ കാർഡേ കയ്യിലുണ്ടാവുള്ളൂ. ഇത് ആൻഡ് ഇട്ടുകൊണ്ട് ഇതൊന്ന് വരും, ഇതൊന്ന് അപ്പം 4 അപ്പം ആൻസർ എന്താ? 13C1/4 ആണ് ആൻസർ. 13C1 എന്ന് പറഞ്ഞാൽ 13 തന്നെ. അപ്പോൾ 13/4 ആയിരിക്കും ആൻസർ കിട്ടുക.
ക്ലിയർ അല്ലേ? അടുത്ത ദിവസം നോക്കാം. അടുത്ത ദിവസത്തിൽ പറഞ്ഞ ആർ ഫേസ് കാർഡ്സ്. ഓൾ ആർ ഫേസ് കാർഡ്സ്. ടോട്ടൽ ഫേസ് കാർഡ്സ് എത്ര? 12 എണ്ണം ഉള്ളത്. ജാക്ക്, കിങ്, ക്വീൻ ഇങ്ങനത്തെ 4 എണ്ണത്തിലൂടെ 4×3 12 കാർഡ്സ് ഉണ്ട്. നേരത്തെ നമ്മൾ വരച്ചപ്പോൾ പറഞ്ഞു. അപ്പോൾ ടോട്ടൽ വേസ്, ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഇസ് ഈക്വൽ ടു 12C. എത്ര സെലക്ട് ചെയ്യണം? 4 അല്ല സെലക്ട് ചെയ്യേണ്ടത്. 12C4 ആയിരിക്കും ആൻസർ. 12C4ൻ്റെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. റെഡി അല്ലേ? അടുത്ത് ഡി പാർട്ട്, 4ാമത്തെ പാർട്ട്. 2 are red and 2 are black. D part. 2 are red and 2 are black. 2 റെഡും 2 ബ്ലാക്കും. അപ്പോൾ എത്ര ഉണ്ടാവുക? നമ്പർ ഓഫ് വേസ് ഈക്വൽ ടു എത്ര റെഡ് ഉണ്ടാ? 26 റെഡ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് 2 എണ്ണം ആൻഡ് 26 ബ്ലാക്കിൽ നിന്ന് 2 എണ്ണം. അപ്പോൾ ആൻസർ വരിക 26C2 ഹോൾ സ്ക്വയർ ആണ്. ക്ലിയർ അല്ലേ? അടുത്ത നോക്ക്. കാർഡ്സ് ആർ ഓഫ് ദി സെയിം കളർ. ഈ പാർട്ട് കാർഡ്സ് ആർ ഓഫ് സെയിം കളർ. സെയിം കളർ എന്ന് പറയുമ്പം 4 എണ്ണവും റെഡ് വരിക, അല്ലെങ്കിൽ 4 എണ്ണം ബ്ലാക്ക് വരിക എന്നല്ലേ മീനിങ്? ഏതെങ്കിലും ഒന്നേ വരുള്ളൂ. അപ്പം നമ്പർ ഓഫ് വേസ് ഓറാണ്. അപ്പോൾ ആഡ് ചെയ്യണം. നമ്പർ ഓഫ് വേസസ് ഈക്വൽ ടു 26 റെഡിൽ നിന്ന് 4 എണ്ണം, അല്ലെങ്കിൽ 26 ബ്ലാക്കിൽ നിന്ന് 4 എണ്ണം. അപ്പോൾ ആൻസർ 2 × 26C4 ആണ് ആൻസർ വരിക. ക്ലിയർ ആവുമെന്ന് വിചാരിക്കണം. ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്റർ ഉള്ളത്. നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു? ആദ്യം ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്താന്ന് പറഞ്ഞു. ഓക്കെ, അതിനു മുമ്പ് നമ്മൾ ഫാക്ടോറിയൽസിനെ പറ്റിയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഫാക്ടോറിയൽസ് വെച്ചിട്ടുള്ള, പിന്നെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്ങിൽ റൂൾ ഓഫ് ആൻഡ്, റൂൾ ഓഫ് ഓർ, അത് ശരിക്കും മനസ്സിലാണ് ഒരു ക്വസ്റ്റ്യൻ ആണ് ശരിക്കും. ഓക്കെ, ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ. പിന്നെ നമ്മൾ അതിൻ്റെ ശേഷം പെർമ്യൂട്ടേഷൻ എന്താന്ന് പറഞ്ഞു, ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സിൻ്റെ പെർമ്യൂട്ടേഷൻ പറഞ്ഞു. പിന്നെ നോട്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വരുമ്പോൾ, ഡിസ്റ്റിങ്ക്റ്റ് അല്ലാതെ വരുന്ന സമയത്ത് അലഹബാദ് എന്ന് പറഞ്ഞ വേർഡൊക്കെ അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ എങ്ങനെ പെർമ്യൂട്ട് ചെയ്യുക, അതിനകത്ത് വവൽസ് ടുഗദർ, വവൽസ് നോട്ട് ടുഗദർ, ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തും കൂടെ പറഞ്ഞു, റാങ്ക് ഓഫ് ദി വേർഡ് പറഞ്ഞു. അപ്പോൾ പെർമ്യൂട്ടേഷൻ തീർന്നു. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ഇപ്പം കോമ്പിനേഷൻസും പറഞ്ഞു. റെഡി അല്ലേ? ഇത്രയാണ് ഈ ചാപ്റ്ററിനകത്തുള്ളത്. ഓക്കെ.